ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജിഹാദ്, ജിഹാദ് വിവരിക്കുന്ന കിതാബ്. ഖാല അല്ലാഹു തആല വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. വഖാല തആല കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും ഫഅസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും ഫഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വഖാല തആല, അല്ലാഹു പറയാൻ, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാല വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്. വഖാല തആല, അല്ലാഹു പറയാൻ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്തലൂന വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ് ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി വദാലിക ഹുവൽ ഫൗസുൽ അദീം. വഖാല തആല, യാ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്നാ വഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ ദറജാത്തിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മതൻ വകാനല്ലാഹു ഗഫൂറർ റഹീമാ. وقال تعالى يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك هو الفوز العظيم وأخرى تحبونها فنصر من الله وفتح قريب وبشر المؤمنين. വല്ലായാത്ത് ഫീ ബാബി കസീറത്തും മശൂറത്തുൻ. ഈ വിഷയത്തിൽ വന്ന ആയാത്തുകൾ പ്രസിദ്ധവും അധികരിച്ചതുമാണ്. അമ്മൽ ഹദീസ്, അപ്പോൾ ഹദീസുകളാവുന്നത് ഫീ ഫദിൽ ജിഹാദി, ജിഹാദിൻ്റെ മഹത്വം വിവരിക്കുന്നതിൽ വന്ന ഹദീസുകൾ അക്സറു മിന്നത്ത് അക്സറ, എണ്ണി തിട്ടപ്പെടുത്തുന്നതിനെയും വിട്ട് അക്സറാണ്. ഫമിൻദാലിക, അതിൽപ്പെട്ടതാണ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ളലു, അമലിൽ അഫ്ളൽ ഏതാണ് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹിനെ കൊണ്ടും റസൂലിനെ കൊണ്ട് വിശ്വസിക്കലാണ്. ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, ഹജ്ജും മബ്റൂർ, മബ്റൂറായ ഹജ്ജാണ്. മുത്തഫഖുൻ അലൈഹി. ഇതിപ്പോൾ ഹജ്ജിൻ്റെ മുമ്പാണ് പറഞ്ഞത്, ജിഹാദിനെ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹി അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയെ? ഖാല സ്വലാത്തു അലാ വഖ്തിഹാ, ടൈമിന് നിസ്കരിക്കലാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മായിൻ, പിന്നെ ഏതാണ് നബിയെ? ഖാല ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മായിൻ, പിന്നെ ഏതാണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഇവിടെ വിഷയം കിടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനാണ്. അതിന് മുമ്പ് ഇതിന് പറഞ്ഞു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞു. അതും അതിനോട് മനസ്സിലാക്കണം. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹി അയ്യുൽ അമലി അഫ്ളലു, അമലിനേറ്റ അഫ്ളൽ ഏതാണ് നബിയെ? ഖാല അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിനോട് വിശ്വസിക്കലും അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലുമാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹിന്റെ ഖുതുവത്തും ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ പ്രഭാതത്തിൽ പുറപ്പെടലേ, ഔ റോഹത്തൻ, അല്ലെങ്കിൽ വൈകുന്നേരം പുറപ്പെടലേ, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകവുമുള്ള സർവ്വ ആഡംബരം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഖാല അതാ റജുലുൻ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അടുത്ത് ഒരാൾ വന്നു. ഖാല, എന്നിട്ട് പറഞ്ഞു, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ് നബിയെ? ഖാല മുഅ്മിനുൻ, ഒരു മുഅ്മിനായ മനുഷ്യനാണ്. യുജാഹിദു ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ്, സ്വന്തം ശരീരവും സ്വന്തം സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യും, അങ്ങനെയുള്ള മുഅ്മിനാണ്. ഖാല, ആ സഹാബി വീണ്ടും ചോദിച്ചു, സുമ്മൻ, പിന്നെ ആരാണ് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, മുഅ്മിനുൻ ഫീ ശിഅബിൻ മിനശ് ശിയാബ്, പിന്നെ പർവ്വതത്തിൻ്റെ താഴ്വരയിൽപ്പെട്ട താഴ്വരയിലെ ഒരു ഇരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനാണ്. യഅ്ബുദുല്ലാഹ്,
അള്ളാഹ് കണിഭാഗത്തെടുക്കും വെതവുന്നാസമിൻ ശരിഹി, തൻ്റെ ശരണ തൊട്ട് ജനങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇന്നെ കൊണ്ട് ആർക്കും ശല്യം വേണ്ടെന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി ഇബാദത്ത് കൂടും. മുത്തഫഖുൻ അലൈഹി. വഅൻ സഹീൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇബാദത്തു യൗമിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം കുതിരട്ടിപ്പാർക്കൽ. കുതിരട്ടിപ്പാർക്കുക പറഞ്ഞാൽ ഈ കുതിരനെ യുദ്ധത്തിന് ഒരുക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന് വേണ്ടതുപോലെ പരിപാലിച്ച് എപ്പം അനൗൺസ്മെൻറ്റ് വന്നാലും ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണെന്ത്? റിബാത്ത്. കുതിരട്ടിപ്പാർക്കുക എന്ന പഴമൂലം അർത്ഥം വെക്കൽ. അത് ഹൈറും മിന ദുന്യാവാ ഫീഹാ, ദുന്യാവിനേക്കാളും അതിലുള്ള സർവ്വത്തിനേക്കാളും ഹൈറാൻ. മൗളി സൗത്തി അഹദിക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം കിട്ടല് ഹൈറും മിന ദുന്യാവ് മാലൈഹ, ദുന്യാവിനേക്കാളും അതിൻ്റെ മേലുള്ള സർവ്വം കിട്ടുന്നതിനേക്കാളും ഹൈറാൻ. റൂഹത്തൂ, ഒരു പ്രഭാതപ്പോക്ക്, അള്ളാന്റെ മാർഗത്തിൽ അടിമ ആ പ്രഭാതപ്പോക്ക് പോകും. അവിൽ ഒതുവത്തു അല്ലേ, വൈകുന്നേരം പോക്ക് പോകും. അത് ഹൈറും മിന ദുന്യാവ് മാലൈഹ, ദുന്യാവിനേക്കാൾ ദുന്യാവിൻ്റെ പോലുള്ള സർവ്വ ആഡംബരം കിട്ടുന്നതിനേക്കാൾ ഹൈറാവുന്നു. വഅൻ സൽമാൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേട്ടു, റിബാത്തു യൗമിൻ വലൈല, ഒരു പകലും കുതിരട്ടിപ്പാർക്കിൽ ഹൈറും മിൻ സിയാമി ശഹരി വ ഖിയാമിഹി, ഒരു മാസം മുഴുവൻ നോമ്പ് നിൽക്കുന്നതിനേക്കാളും വ ഖിയാമിഹി, ഒരു മാസം മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും ഹൈറാണ്. വൈൻ മാത ഫീഹി, അതിലോ മരിച്ചാൽ ജറ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലു, അവൻ ചെയ്തിരുന്ന അമലുകൾ അവൻ എഴുതുന്നതാണ്. ഉജ്രിയ അലൈഹി റിസ്ഖു, അവൻ്റെ മേൽ റിസ്ക് നടത്തപ്പെടുന്നതാണ്. അമിനൽ ഫത്താൻ, ഫത്താനെ അവൻ നിർഭയനാകുന്നതുമാണ്. ഖബറിൽ വരുന്ന മുങ്കർ നക്കീറിൻ്റെ ശിക്ഷനെ പറ്റിയാണ് ഫത്താൻ നടത്തുന്ന മലക്കളെ പറ്റിയ ഫത്താൻ. അവോല ശിക്ഷയെ തൊട്ട് അവൻ നിർഭയനുമാകുന്നതാണ്. ശരിയല്ലേ? റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ ഫളാലത ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, കുല്ലു മയ്യിത്തിൻ യുഖ്തബു അലാ അമലിഹി, ഏതൊരു മയ്യിത്തും ഓൻ്റെ അമലിൻ്റെ മേലിലോ അവനെ പൂർത്തിയാക്കപ്പെടും. സംസ്കാരം നിന്നു, നോമ്പാടെ നിന്നു, എല്ലാ അമലും അതോടെ നിന്നു. പക്ഷേ ഇല്ലൽ മുറാബിത്ത ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ കുതിരട്ടി പാർക്കുന്ന മനുഷ്യനൊഴികെ ഫഇന്നഹു യൻമീലഹു അമലുഹു, ഓൻ അമൽ വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും. വയുഅമ്മനു, അവൻ നിർഭയമാക്കപ്പെടുന്നവനുമാണ് മിൻ ഫിത്നത്തിൽ ഖബറി, ഖബറിലെ പരീക്ഷണത്തിനെ തൊട്ട്. റവാഹു അബൂ ദാവൂദ് വതിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. വഅൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞു, ഞാൻ കേട്ടു, റിബാത്ത് യൗമിൻ, ഒരൊറ്റ ദിവസം കുതിരട്ടി പാർക്കൽ ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ, ഖൈറുൻ, അത് ഹൈറാണ്, ഫി അൽ മിൻ അൽഫി യൗമിൻ, 1000 ദിവസം ഇബാദത്തിരിക്കുന്നതിനേക്കാൾ, ഫീമാ സിവാഹു, മറ്റ് ദിവസങ്ങളിലുള്ള 1000 മറ്റ് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധമല്ലാത്ത മറ്റ് യോമുകളിലുള്ള 1000 ദിവസത്തെ വിഭാഗത്തിനേക്കാൾ അതിന് മനസ്സിലകളിൽ നിന്ന് ഇത് ഈ സബീലുള്ളാഹി അല്ലാത്ത മറ്റേത് ദിവസങ്ങളിലുള്ള 1000 ദിവസത്തിനേക്കാളും ഹൈറാണ് സബീലുള്ളാഹിയുള്ള ഒരൊറ്റ ദിവസത്തെ റിബാത്ത്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി പറയാണ്, തളമ്മനല്ലാഹു ലിമൻ ഖറജ ഫീ സബീലിഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടവനിക്ക് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹ് പറയുന്നത്, ലാ യുഖ്രിജുഹു ഇല്ലാ ജിഹാദും ഫീ സബീലി, എൻ്റെ മാർഗത്തിലുള്ള യുദ്ധമല്ലാതെ ഓനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ല. ഈമാനും ബി, എന്നെ കൊണ്ടുള്ള ഈമാനുമല്ലാതെ, തസ്ദീഖും ബി റുസ്ലി, എൻ്റെ മുർസലീങ്ങളെ കൊണ്ടുള്ള തസ്ദീഖുമല്ലാതെ ഓനെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കിയിട്ടില്ല. എന്നാൽ അവൻ ഫഹുവ ളാമിനുൻ അലയ്യ, എൻ്റെ മേൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തവനാണ്. പിന്നെ അന്നുദ്ഖിലഹുൽ ജന്ന, ഓനെ സ്വർഗ്ഗത്തിൽ കടത്തിക്കോളാമെന്ന്. ഔർജിഅഹു ഇലാ മൻസിലിഹി അല്ലദീ ഖറജ മിൻഹു, ഏത് വീട്ടിൽ നിന്നാണോ ഇറങ്ങിയതെങ്കിൽ ആ വീട്ടിലേക്ക് ഓനെ മടക്കി കൊണ്ടുവന്നോളാം എന്ന്. ബിമാനാല മിൻ അജ്രിൻ ഔ ഗനീമത്തിൻ, ഒന്നുകിൽ ഓനെ ഈ സമ്പാദിച്ചതായിരിക്കുന്ന കൂലിയുമായിട്ടോ അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്തുമായിട്ടോ തിരിച്ചു വരിക. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിൻ്റെ നഫ്സ് ഏതൊരുത്തൻ്റെ എതിലാണോ കുതിരത്തിലാണോ അവനാണ് സത്യം. മാമിൻ കൽമീൻ, ഒരു മുറിവും തന്നെ ഇല്ല, യുക്കലമു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ മുറിവാക്കപ്പെടുന്ന
ഇല്ല അത് വന്നിട്ടല്ലാതെ യൗമൽ ഖിയാമ അന്ത്യനാളിൽ കയ്യത്തി യൗമകുലിമ മുറിവാക്കപ്പെട്ട അന്നത്തെ അതേ ആകൃതിയിൽ വന്നിട്ടല്ലാതെ ലൗനുഹു ലൗനു തമീൻ ആ മുറിവിൻ്റെ നിറം രക്തത്തിൻ്റെ നിറമാണ്. വരീഹു മിസ്കിൻ മണമോ കസ്തൂരിയുടെ മണവുമാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗലാൻ അശുക്കാരൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ ഞാൻ വിഷമിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാക്കാത്തു ഞാൻ ഇരിക്കുമായിരുന്നില്ല ഖിലാഫ സരിയത്തിൻ്റെ അസൂഫി സബീലില്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ എത്തിന് പുറപ്പെട്ടതായ ഒരു സംഘത്തിനെയും ഒഴിവാക്കി ഞാൻ ഇവിടെ വീട്ടിനവിടെയും അതിനകത്തിരിക്കുമായിരുന്നില്ല അബദ്ധനൊരിക്കലും. വലാക്കില്ല അജിദു സായത്തൻ പക്ഷേ ഞാനൊരു സായത്തിന് എത്തിക്കുന്നില്ല, ഒരു വിശാലത ഒരു ചാൻസിൽ എത്തിക്കുന്നില്ല മറ്റു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാനേ. ഫഹമിലഹും അങ്ങനെ ഞാൻ അവരെ ഒരുക്കി അയക്കാനും വലാജിദൂന സായത്തൻ ഒരു സായത്തിന് അവരും എത്തിക്കുന്നില്ല പോകാൻ ഇവിടെ ഇരിക്കാൻ പോലും. വയഷക്കു അലൈഹിം അവരുടെ മേലത് വിഷമമാകും. പോകാൻ ഓൽക്കും വശക്കു അലൈഹിം എത്തഹല്ലഫു അന്നി എന്നെ തൊട്ട് പിന്താന്നുള്ളത് ഓൽക്കും വിഷമമാകും, ഓല മേലും ഓൽക്കും വിഷമമാകും. ഞാൻ ഇവരട്ടേച്ച് കാണി ഞാൻ പോയാലോ ഇവിടെ ഓലിവിടെ ഇരിക്കണ ഓൽക്കും വിഷമാകും. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലവദിത്തു അൻ അഗ്സുവ ഫീ സബീലില്ലാഹി ഫൗക തല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും അങ്ങനെ ഞാൻ കൊല്ലപ്പെടലും ഞാൻ ഇഷ്ടപ്പെടുന്നു. സുമ്മ അഗ്സുബ ഫൗക അങ്ങനെ വീണ്ടും ഞാൻ യുദ്ധം ചെയ്യലും പിന്നെ ഞാൻ കൊല്ലപ്പെടലും. സുമ്മ അഗ്സുബ ഫൗക പിന്നെ ഞാൻ യുദ്ധം ചെയ്യലും പിന്നെ ഞാൻ കൊല്ലപ്പെടലും ഞാൻ ഇഷ്ടപ്പെടുന്നു. റവാഹു മുസ്ലിം റവാഹുൽ ബുഖാരി ബഅദഹു അല്പം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കെൽമ് എന്ന് പറഞ്ഞാൽ ജുർഹ് എന്ന അർത്ഥം. ഒരു മുറിവാക്കപ്പെട്ട മനുഷ്യന് തന്നെ ഇല്ല യുക്രമോൻ മുറിവാക്കപ്പെടും ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഇല്ലാ ജാ യൗമൽ ഖിയാമത്ത് നാളിൽ വന്നിട്ടല്ലാതെ കൽമുഹു യദ്മീ അവൻ്റെ മുറിവതാ ചോരൊലിക്കുകയാണ്. അല്ലൗലുലോനുമിൻ നിറം രക്തത്തിൻ്റെ നിറവും വല്ലൗനുരീഹി മിസ്കിൻ മണമോ കസ്തൂരിയുടെ മണവുമാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ മുആദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാതല ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും യുദ്ധം ചെയ്താൽ മിൻ റജുലിൻ മുസ്ലിമിൻ മുസ്ലിമായ പുരുഷനാൽ ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഹുവാക്കനാക്കത്തിൻ ഒട്ടകത്തെ കറക്കുന്നത്ര നേരം ഒരിക്കൽ കുടിപ്പിച്ച് കറന്നിട്ട് രണ്ടാവട്ടം കുടിപ്പിച്ച് കറക്കുന്നതിൻ്റെ ഇടയിൽ അത്ര നേരം അതോ അല്പനേരം ആരെങ്കിലും യുദ്ധം ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന സ്വർഗം പോലെ നിർബന്ധമായി. ഒമൻ ജുരിഹ ജുർഹൻ ഫീ സബീലില്ലാഹി ഔ നുകിബ നക്ബതൻ ആർക്കെങ്കിലും വല്ല പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ല മുറിവാവുകയോ ചെയ്താൽ ഫൈന്നഹാ തജീഉ ആ മുറിവ് നാളെ അന്ത്യനാളിൽ വരും. യൗമൽ ഖിയാമ അന്ത്യനാളിൽ കാഹസരിമാക്കാനത്ത് അതുണ്ടായതിൽ ഏറ്റവും ഗൗരവമായ നിലയിൽ വരും. നല്ലോണം കണ്ട് പച്ച മുറിയേറ്റിട്ട് വരും. ലൗനുഹാ ജാഫറാൻ നിറമോ ജാഫറാൻ്റെ നിറമാൻ കുങ്കുമത്തിൻ്റെ നിറമാൻ. ബരീഹുഹാ കൽ മിസ്കി മണമോ കസ്തൂരി പോലെയുമാൻ. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല മറ റജുലുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ഒരാൾ നടന്നുപോയി. ബിശൈബിൻ ഒരു താഴ്വരയിലൂടെ ഫീ ആ താഴ്വരയിലുണ്ട് ഉയൈനത്തും മിൻ മാഇ അദ്ബാ ചെറിയൊരു അരുവിയുണ്ട്. നൽത്തണ്ണീർ വെള്ളത്തിനാൽ ഒഴുകുന്ന ചെറിയൊരു കുഞ്ഞി അരുവി കണ്ടു. ഫഅജബത്തുഹു ആ കുഞ്ഞി അരുവായ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. ഫഖാല അയാൾ പറഞ്ഞു ലവീതൽ തുന്നാസ ജനങ്ങളുമായിട്ട് ഞാൻ ഒഴിഞ്ഞിരിക്കുകയാണ് എത്ര നന്നായിരുന്നേനെ. ഫകം തുവി ആദശാബി ഈ താഴ്വരയിൽ ഒന്ന് താമസിച്ച് അത്ര നന്നായിരുന്നേനെ. ശരിയാ ഒരാളിങ്ങനെ പോയപ്പോ നല്ലൊരു കുഞ്ഞി അരുവി നല്ല നൽത്തണ്ണീർ വെള്ളം നിറങ്ങിങ്ങനോ അല്ലാ നാട്ടിൽ നിന്ന് പോന്നുകാണ്ട് ഈ കാട്ടിൽ ഒരു കുടിലെട്ടിയോണ്ട് ഇവിടെ വാർത്തക്കാണെങ്കിൽ ഈ വെള്ളം കുടിച്ച് ഇവിടെ താമസിക്കാനല്ലോ എന്ന് തോന്നി അയാൾക്ക്. മനസ്സിലായില്ലേ? വലന്നഫല പക്ഷെ ഞാനത് ചെയ്യൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട് ഞാൻ അനുവാദം ചോദിക്കുന്നത് വരെ. ഫദക്കറ ദാലിക ഈ വിഷയം സഹാബി അവതരിപ്പിച്ചു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട്. ഫഖാല തങ്ങൾ ലാ തഫ്അൽ അരുത് ചെയ്തു പോകരുത്. ഫഇന്ന മുഖാമ അഹദിക്കും ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുന്നവനായിട്ട് താമസിക്കൽ അഫ്ളലു അത് അഫ്ളലാണ് മിൻ സലാത്തിഹി ഫീ ബൈതിഹി 70 ആമ തൻ്റെ വീട്ടിൽ 70 കൊല്ലം നിസ്കരിച്ചു കൂടുന്നതിനേക്കാൾ ഒരു എന്താണ് അഫ്ളലാണ് എന്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ എന്തിയില് താമസിക്കാന്ന് പറഞ്ഞത് യുദ്ധം ചെയ്തുകൊണ്ടേ
അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും വയുദ്ഖിലകുമുൽ ജന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തേറിനെയും സ്വർഗ്ഗത്തിൽ അള്ളാഹ് നിങ്ങൾ കടത്തലിനെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവല്ലേ? അഗ്സൂ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്യും. മൻ ഖാതല ഫീ സബീലില്ലാഹി വകനാഖത്തിൻ, ഒരൊട്ടകത്തെ 2 വട്ടം കറക്കുന്നതിനിടയിലുള്ള അത്ര സമയം ഒരാൾ യുദ്ധം ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമായി. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. വൽ ഫുവാക്ക്, അടതാ ഫുവാക്ക് എന്ന് പറഞ്ഞാൽ മാ ബൈനൽ ഹൽബത്തൈനി, 2 വട്ടം കറക്കുന്നതിൻ്റെ ഇടയിലെ നേരത്തിനാണ് എന്ത് പറയാ, ഫുവാക്ക് എന്ന് പറയാ. വഅൻഹു അന്നഹു ഖാല ഖീല യാ റസൂലല്ലാഹ് മാ യഅദിലുൽ ജിഹാദ ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉള്ള യുദ്ധത്തിനോട് കടപിടിക്കുന്ന അമലേതാണ് നബിയെ? ഖാല ലാ യസ്തതിഊനഹു, അങ്ങനത്തെ അമൽ നിങ്ങൾക്ക് കഴിയൂല. ഫഅദു അലൈഹി മറത്തൈനി ഔ സലാസൻ, 2 or 3 തവണ ഇതേമാതിരി അവർ ആവർത്തിച്ച് ചോദിച്ചു. ആ കുല്ലദാലിക യഖൂലു, അപ്പോഴൊക്കെയും തങ്ങൾ മറുപടി പറയുന്നു ലാ തസ്തതിഊനഹു, അങ്ങനത്തെ ഒന്ന് നിങ്ങൾക്ക് കഴിയൂല. സുമ്മ ഖാല, പിന്നെ തങ്ങൾ പറഞ്ഞു മസലുൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയവൻ്റെ ഉദാഹരണം കമസലി ത്വാസാഇമിൽ ഖായിം, എന്നും പകൽ നോമ്പ് നോൽക്കുകയും രാത്രി നേരം വിൽക്കുന്നവരെ നിസ്കരിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. അൽ ഖാനിത്തി ഫീ ആയാത്തില്ലാഹി, അള്ളാഹിൻ്റെ ഖുർആൻ കൊണ്ട് നിൽക്കുന്നവനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനാണ് ഓത്. അൽ ബക്കറയും അറഹ്മാനും ഇദാവക്കാത്തിയും ആരുള്ളതും ആലിമ്രാനും നിസാവും ഒക്കെ ഓതന്നെ നിന്ന് നിസ്കരിച്ച നേരം വിളിക്കോളം. ആ മനുഷ്യൻ അതോ 1 ദിവസമല്ല 2 ദിവസമല്ല, എന്നും അവർ എന്ന് പകർന്നു തോൽക്കും. അവനോട് സമാനമാണ് ആര്? അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടവൻ. ലാ യഫ്തുറു, ക്ഷീണമേ അവനില്ല. മിൻ സലാത്തിൻ, നിസ്കരിച്ചതിനാലോ വല സിയാമിൻ, നോവ് നോറ്റതിനാലോ ക്ഷീണമില്ല. ഹത്താ യർജിഅൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, ഈ ഓഫർ ഏതുവരെയെന്നറിയോ? അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ തിരിച്ചു വരുന്നത് വരെ അവൻ ആരെ പോലെയാണ്? ഈ സായിബിനെ പോലെയാണ്, ഈ കായിബിനെയും പോലെയാണ്. മുസ്ലിമിൻ, ഇത് മുസ്ലിമിൻ്റെ ലഫ്ളാ. ബുഖാരി റിപ്പോർട്ടോ ഫിരിവാദിൽ ബുഖാരി റിപ്പോർട്ടിലുള്ള എങ്ങനെയാണ്? അന്ന റജുലൻ ഖാല, ഒരാൾ പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ദുല്ലനി അലാ അമലിൻ യഅദിലുൽ ജിഹാദ്, യുദ്ധത്തിനോട് സമാനമാകുന്ന അമലിനെ മേൽ അറിയിക്കൂ നബിയെ. ഖാല, ലാ അജിദുഹു, അങ്ങനെ ഞാൻ തപ്പിയിട്ട് കാണാനില്ല. സുമ്മ ഖാല, ഞങ്ങൾ ചോദിച്ചു ഹൽ യസ്തതിഉ ഇദാ ഖറജൽ മുജാഹിദു അൻ തദ്ഖുല മസ്ജിദക വതഖൂമ വതഫ്തുറ വതസൂമ വലാ തുഫ്തിറ, നിനക്ക് സാധിക്കുമോ ഒരു ജിഹാദുകാരൻ ജിഹാദിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്തതുഹുല മസ്ജിദക്ക, പള്ളിക്കാണ് കയറാനും വതഖൂമ, നിസ്കരിക്കന്നെ വല തുഫ്തിറ, ക്ഷീണിക്കാതെ, വതസൂമ, എന്ന് നോൽക്കന്നെ വല തുഫ്തിറ, നോമ്പൊഴിവാക്കാതെ. എനിക്ക് കയ്യോയിച്ചു. കാല വമയസ്തതിദാലിക, അതിനാർക്കാ നബി കയ്യോയിച്ചു? ഉറങ്ങണമില്ല, ഫുൾ ടൈം നിസ്കരിക്കന്നെ എന്ന് നോൽക്കും. ഇതിന് എനിക്ക് ആർക്കൊക്കെ പള്ളിക്കാണ് കയറിയിട്ട് കയ്യോയിച്ചു. അപ്പോൾ അതിനാർക്കാ നബി കയ്യോയിച്ചു? പിന്നെ ആർക്കും കയ്യ വെച്ചാൽ ആർക്കും കഴിയൂല. എന്നാൽ പിന്നെ യോദ്ധാവിൻ്റെ സ്ഥാനത്തൊക്കെ ആർക്കും കഴിയൂല. എന്നെ കണക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മിൻ ഖൈരി മആശിൻ നാസി ലഹും, ജനങ്ങൾക്കുള്ള ജീവിത ഉപാധികളിൽ നിന്ന് ഹൈറായതിൽപ്പെട്ടതാണ് റജുലുൻ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പണി. മുംസികും ബിഇനാനി ഫറസിഹി, അവൻ തൻ്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചവനാണ്. ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ. യതീറു അലാ മത്നിഹി, അതിൻ്റെ മുതുകിൽ അവൻ പറക്കും. കുല്ലമാ സമയഹായി അത്തൻ ഔ ഫസാത്തൻ, ഒരു വിളിയാളമോ അതെങ്കിലും ബേജാറോ കേൾക്കുമ്പോഴൊക്കെയും തോറ അലാ മത്നിഹി, ആ വാഹനത്തിൻ്റെ കുതിരൻ്റെ പുറത്തവൻ പറവറക്കും. യബ്തഗിൽ ഖത്ല അവിൽ മൗത മദാന്നഹു, ഖത്ല് അല്ലെങ്കിൽ മൗത്ത്, രണ്ടും ഒന്നിനെ കേട്ടോ. താൻ മരിക്കലിനെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മദാന്നഹു, അതെപ്പോഴാണ് ഭാവിക്കപ്പെടുന്നതെങ്കിൽ ആ സമയത്ത്, പിന്നെ ആ സ്ഥലത്ത് വെച്ച്, എവിടെയാണോ മരിക്കാൻ കണക്കാക്കി അവിടെ നിന്ന് മരിക്കുന്ന അവൻ്റെ വിചാരം. ഔ റജുലുൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം. ഫീ ഗുനൈമത്തിൻ, ഓനൊരു ചെറിയ ഒരു ആട്ടിൻകൂട്ടത്തിലാണ്. ഔ ഷഅഫത്തിൻ, അല്ലെങ്കിൽ ഒരു കാട്ടിലാണ്. മിൻ ഹാദി ഷാഫി, ഈ കാടുകളിൽപ്പെട്ട. ഔ ബത്നി വാദി മിൻ ഹാദി ലൗദ്യത്തി, അല്ലെങ്കിൽ താഴ്വരയിൽപ്പെട്ട ഒരു താഴ്വരയിലാണ്.
യുഖീമുസ്സലാഹ് വയുത്തിസ് സക്കാഹ്, ടൈമിന് കറക്റ്റായിട്ട് പോകുന്ന നിസ്കാരം നിർവഹിക്കും, സക്കാത്തൊക്കെ കൊടുക്കും. വയഅബ്ദു റബ്ബഹു, റബ്ബിനെ ഇബാദത്ത് കൂടുകയും ചെയ്യും. മത്താ യഅ്തിയഹുൽ യഖീൻ, മരണം അവന് വരുന്നത് വരെ. ലൈസ മിനല്ലാഹി ഇല്ലാ മിനന്നാസി ഇല്ലാ ഫി ഖൈർ, ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഖൈറിലല്ലാതെ അവൻ മറ്റൊന്നിലുമല്ല അങ്ങനെയുള്ള മനുഷ്യനും. റവാഹു മുസ്ലിം. വഅൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത്ത ദറജ, സ്വർഗത്തിൽ 300 ഗ്രേഡ് ഉണ്ട്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അത് മുഴുക്കയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ്. മാ ബൈന ദറജത്തൈൻ, 2 ഗ്രേഡിൻ്റെ ഇടയിലുള്ള ദൂരം, കമാ ബൈന സമാഇ വൽ അർളി, ആകാശത്തിൻ്റെ ഈ ഭൂമിയുടെ ഇടയിലുള്ള എത്ര അകലം പോലെയാണോ അതുപോലെയാണ്. റവാഹുൽ ബുഖാരി. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال من رضي بالله ربا, റബ്ബായി കൊണ്ട് അള്ളാഹിനെ കൊണ്ട് പൊരുത്തപ്പെട്ടവൻ, ബിൽ ഇസ്ലാമി ദീനൻ, മതമായി കൊണ്ട് ഇസ്ലാം കൊണ്ടും വല്ലവരും പൊരുത്തപ്പെട്ടാൽ, ബിൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുത്തനബിയെ കൊണ്ട് റസൂലായിട്ടും പൊരുത്തപ്പെട്ടാൽ, വജബത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമായി. ഫഅജിബ ലഹാ അബൂ സഈദ്, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ അബൂ സഈദ് വല്ലാത്ത ആശ്ചര്യം. ഫഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആയിദ്ഹാ അലയ്യ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ ഈ വാക്ക് ഒന്നും കൂടി പറഞ്ഞു തരൂ. ഫഅദഹാ അലൈഹി, മഹാനരുടെ മേൽ അതേ ഹദീദിനെ മുത്തനബി ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു. സുമ്മ ഖാല വഉഖ്റാ, ഇതിൻ്റെ പുറമെ വേറൊരു സംഗതിയും കൂടി അവനുണ്ട്. യർഫഉല്ലാഹു ബിഹാൽ അബ്ദ മിഅത്ത ദറജത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ 100 പദവി കിട്ടുന്ന ഉയർത്തുന്നവർ മറ്റൊരമലും കൂടി ഇതിൻ്റെ ബാക്കിൽ പറയാനുണ്ട്. മാബൈന കുല്ലി ദറജത്തൈനി കമാബൈന സമാഇ വൽ അർള്, ഓരോ 2 ദർജൻ്റെയും ഇടയിലുള്ള ആകാശഭൂമികൾക്കുള്ള വൈദൂരം പോലെയാണ്. അങ്ങനത്തെ 100 ഗ്രേഡുള്ളതായിരിക്കുന്ന മറ്റൊരമലുണ്ട് എന്ന് പറഞ്ഞപ്പം കാല, ഈ സഹാബി ചോദിച്ചു, വമാ ഹിയ യാ റസൂലല്ലാഹ്, ആ കർമ്മം ഏതാണ് തിരുദൂതരെ? കാല, തങ്ങൾ പറഞ്ഞാൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. വൽ ജിഹാദ് ഫീ സബീലില്ലാഹ് 2 വട്ടം പറഞ്ഞു. റവാഹു മുസ്ലിം. وعن أبي بكر بن أبي موسى الأشعري رضي الله عنه أنه قال سمعت أبي, എൻ്റെ ബാപ്പാനെ ഞാൻ കേട്ടു, റളിയല്ലാഹു അൻഹു, വഹുവ ബിഹദറത്തിൽ അദുവി, അദ്ദേഹം ശത്രുവിൻ്റെ സാന്നിധ്യത്തിലാണ്. യഖൂലുമായി പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന അബ്വാബൽ ജന്നത്തി തഹത ദിലാലി സിയൂഫ്, വാളുകളുടെ തണലിൻ്റെ താഴെയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഫഖാമ റജുലുൻ റഫ്തുൽ ഹൈഅത്തി, കാണാൻ വല്ല മട്ടൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്, കാഴ്ചക്ക് കുറച്ച് ഒരു മുടിക്കാകെ പാറി പറഞ്ഞൊരു മനുഷ്യനാ. അങ്ങനത്തെ ഒരു മനുഷ്യൻ എഴുന്നേറ്റു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ അബാ മൂസ, എടാ അബൂ മൂസ, അൻത സമീഅത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ, ഇത് ഇങ്ങനെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞ നീ തന്നെ കേട്ടിട്ടുണ്ടോ? കാരണം അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. ഫറജ ഇലാ അസ്ഹാബിഹി, തൻ്റെ അസ്ഹാബിലേക്ക് മടങ്ങി. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അഖറഉ അലൈക്കുമുസ്സലാം, ഞാൻ നിങ്ങളോടൊക്കെ അസ്സലാമു അലൈക്കും സലാം പറയാൻ. സുമ്മ കസറ, അദ്ദേഹം പൊട്ടിച്ചു, ജഫ്ന സൈഫിഹി, വാളിൻ്റെ ധാരിക്കുന്ന വാളിൻ്റെ ഉറ പൊട്ടിച്ചിങ്ങാണ്ട് വാളിങ്ങട്ട് ഊരി, ഫൽക്കാഹു, അത് കെട്ട് അതാണ്ട് ഇട്ടു. സുമ്മ മശാബി സൈഫിഹി, ഉറ വലിച്ചെറിഞ്ഞിങ്ങാണ്ടേ അദ്ദേഹം ആ വാളുമായിട്ട് മുന്നോട്ട് നടന്നു. ഇല്ലല്ല അത് ശത്രുവിൻ്റെ ഭാഗത്തേക്ക് ഫദറബി, അത് അദ്ദേഹം വെട്ടിയെത്താ കുത്തില, ഷഹീദാകുന്നത് വരെ. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن أبي عبس عبد الرحمن بن جابر رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم مغبرة قدم عبد, ഒരടിമയുടെ 2 പാദങ്ങളും പൊടി പൊരുളുകയില്ല, ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ, ഫതമസ്സഹുന്നാർ, എന്നിട്ട് തീ അതിനെ സ്പർശിക്കുകയും ചെയ്യുക എന്ന സംഭവമേ ഇല്ല. 2 കാൽപാദം പോർക്കളത്തിൽ പൊടി പുരണ്ടിട്ട് ആ കാൽപാദം നിനക്ക് തിന്നാന സംഭവമില്ല.
റവാഹുൽ ബുഖാരി. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൽജുന്നാറ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്ത് കടക്കൂല, ബക്കാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയപ്പെട്ടത് കാരണമായിട്ട് അവൻ കരഞ്ഞോ, ഹത്താ യഊദൽ ലബനു ഫിൽ ളർഈ, അകിട്ടിലേക്ക് പാല് തിരിച്ചു പോകുന്നത് വരെ. കറന്നെടുത്ത പാല് അകിട്ട് കാണ്ട് കയറാൻ സംഭവം ഇല്ലല്ലോ, അതിന് അസംഭവ്യമായ സംഗതിയോട് സംഭവിച്ച് തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണത്. വല അജ്റമി വല അബ്ദിൻ, ഒരു അടിമൻ്റെ മേൽ സമ്മേളിക്കൂല, ഗുബാറും ഫീ സബീലില്ലാഹി, അള്ളാൻ്റെ മാർഗത്തിലുള്ള പൊടിപടലങ്ങളും, വദുഖാനും ജഹന്നം, നരകത്തിലുള്ള പുകയും കൂടി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അടിമൻ്റെ മേൽ സമ്മേളിക്കൂല, നരകത്തിൽ കടക്കൂല എന്നൊക്കെ പറഞ്ഞ ചുരുക്കം. കാല ഹദീസുൻ ഹസനുൻ സഹീഹ്. പിന്നെ وعن ابن عباس رضي الله عنهما أنه قال سمعت رسول الله صلى الله عليه وسلم يقول, റസൂലുള്ളാഹി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഐനാനി, രണ്ട് കണ്ണുകളുണ്ട്, ലാ തമസ്സുഹുമന്നാർ, ആ രണ്ട് കണ്ണുകളെ തീ സ്പർശിക്കുകയില്ല. ഒരു കണ്ണേതാണ്, ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹനെ പേടിച്ചതുമായിട്ട് കരഞ്ഞ കണ്ണ്. വൈനുൻ, മറ്റൊരു കണ്ണുണ്ട്, ബാതത്ത് തഹറുസു ഫീ സബീലില്ലാ, അള്ളാഹൻ്റെ മാർഗത്തിൽ കാവൽക്കാരനായി നിലനിൽക്കുന്ന കണ്ണൊന്ന്. ശത്രുക്കളാ ഭാഗത്ത് വരുമോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് ഉറക്കൊഴിച്ച് നിൽക്കാൻ ഉറങ്ങാതെ അങ്ങനെയുള്ളതായിരിക്കുന്ന കണ്ണും, അള്ളാഹനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണും, ഈ രണ്ട് കണ്ണും നരക തീ തൊടുകയില്ല. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. വഅൻ സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ജഹസ ഗാസിയൻ, ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറുള്ളവന് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ യുദ്ധത്തിന് തയ്യാറുള്ളവൻ ഒരുക്കി അയച്ചാൽ, അവനെ സാമഗ്രി അവൻ്റെ അടുത്തില്ല, പക്ഷെ വേറെ ചങ്ങാതി അടുത്തുണ്ട്, സാമഗ്രി ഉണ്ട്, അവന് പോകാൻ കഴിയില്ല. അപ്പോൾ സാമഗ്രി ഉള്ളോ മറ്റവൻ സാമഗ്രി എടുത്തു കൊടുത്തു, എന്നാ ഈ വാളും പരിചയും മറ്റും കുറച്ച് ഒട്ടക്കും കുതിരയൊക്കെ കൊണ്ടിച്ച് പോയിക്കുവാന്ന് പറഞ്ഞു. എന്നാൽ ഫഖദ് ഖസാ, ഈ കൊടുത്തയച്ചവനും യോദ്ധാവാണ്, ഓൻ യുദ്ധം ചെയ്തവനെ പോലെ തന്നെയാണ്. വമൻ ഖലഫ ഖാസിയൻ ഫി അഹ്ലിഹി, ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറുള്ളവനിക്ക് തൻ്റെ കുടുംബത്തിലെ പ്രതിനിധിയായി നിന്നാൽ, ബിഖൈരിൻ, ഖൈർ കൊണ്ട് പ്രതിനിധിയായാൽ, ഫഖദ് ഖസാ, അവൻ യുദ്ധം ചെയ്തവനാണ്. വരെ യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്, സാമഗ്രി ഉണ്ട്, പക്ഷേ ഓന് പോയിട്ടുണ്ടെങ്കിൽ പെരിയിൽ ഭാര്യയ്ക്കും കുട്ടിയേക്കും ചില്ലാനം വാങ്ങി കൊടുക്കാനും പച്ചക്കറി വാങ്ങി കൊടുക്കാനും ആളില്ല. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഈ ഒഴിക്കോളാം. എന്നാൽ ഈ പകരം നിന്ന ആളില്ലേ, ഓൻ യുദ്ധത്തിന് പോലെയാണ്, അതാ പ്രതിനിധിയാകുക. കാരണം ഹൈറോണ്ട് കേട്ടോ, പിന്നെ ഓനെ വഞ്ചിക്കരുത്. തഫക്കുന്നിടയിൽ വൻ وعن أبي أمامة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أفضل الصدقة صدقاتي, സദഖയിലേറ്റവും ശ്രേഷ്ഠമായത് ലിൽ ഫുസ്താത്തും ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു കൊച്ചു രോമം കൊണ്ട് നിർബന്ധമായ വീട്ടിൻ്റെ തണൽ കെട്ടിക്കൊടുക്കലാണ്. അപ്പോൾ മനീഹത്തു ഹാദിമി ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ഹാദിമിനെ വെറുതെ വിട്ടുകൊടുക്കലാകുന്നു, അടിമനെ. വൗ തറൂഖത്തു ഫഹിലിം ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് കുറ്റം വധിക്കാൻ പ്രാമതാരിക്കുന്ന ഒട്ടകത്തെ ഒഴിച്ചുവിടലാണ്. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. അനസ് റളിയല്ലാഹു അൻഹു അന്ന ഫതം മിൻ അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവ് കാല പറയാണ്, യാ റസൂലല്ലാഹ്, റസൂലേ, ഇന്നി യുരീദുൽ അസ്വ വലൈസ മഈ മാ തജഹസു ബിഹി, അല്ലാഹ് റസൂലേ, എനിക്ക് യുദ്ധത്തിന് നല്ല പൂതിയുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഉദ്ദേശമുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ഒരു സാമഗ്രി ഇല്ല, വാളില്ല, പരിചല്ല, കുന്തല്ല, ചാട്ടുള്ളില്ല, ഒരു സാമഗ്രി ഇല്ല. കാല, തങ്ങൾ പറഞ്ഞു, ഏത്തി ഫുലാൻ, നയ്യേ, ഒരാളെ പേര് പറഞ്ഞു, ഇന്നാലിനെ അടുത്ത് ചെല്ല്, ഫൈന്നഹു കാനക്കത്ത ജഹസ, ഓന് പോരാൻ ഒരുങ്ങിയിരുന്ന് ഫരിത, പെട്ടെന്ന് മൂപ്പര് സുഖമില്ലാതെയായി. അങ്ങനെ ഫത്താഹു, ഈ യുവാവ് ആ രോഗിൻ്റെ അടുത്ത് ചെന്നോ, കാല എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി യുക്രിയുക സലാമ, നിങ്ങളോട് അസ്സലാമു അലൈക്കും സലാം പറയുന്നുണ്ട്. വയഖൂലു, തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആയത്തിനി അല്ലദീ തജഹസത ബിഹി, ഏതൊരു സാമഗ്രി കൊണ്ട് ഇനി ഒരുങ്ങിയിരുന്നോ ആ സാമഗ്രി എനിക്ക് തരാൻ പറയുന്നുണ്ട്. കാരണം കാല യാ ഫുലാനത്തു, അപ്പം തന്നെ ഈ മനുഷ്യൻ പറഞ്ഞു, എടീ, അടുക്കളയിൽ വിളിച്ചിട്ടേ ആ പെൺകുട്ടി ഭാര്യൻ്റെ പേര് വിളിച്ചാണ്ടാ പറഞ്ഞത്, ആയത്തിഹി, ഇയാൾക്ക് കൊടുത്തളാ, ആയത്തിഹി, ഇയാൾക്ക് നീ കൊടുത്തളാ, അല്ലതീ, ഒരു സാമഗ്രി, കുന്തു തജഹസുബി, അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരുന്നു, അങ്ങ് സാമഗ്രി കൊടുത്തളാ, വലാ തഹബിസി അൻഹു ഷൈഅ, അതിൽ നിന്നും തന്നെ ഒഴിച്ചു തടഞ്ഞു വെക്കല്ലേ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ തഹബിസി മിന്നു ഷൈഅ, അതിൽ ഷൈഇനെ തടഞ്ഞു വെക്കുകയില്ല, ഫൈബാറക ലകി ഫീഹി, അതിൽ നിനക്ക് ബറക്കത്ത് ചെയ്യപ്പെടുക ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ഫുൾ എടുത്ത് കൊടുത്തളാ, ഒന്നും പൂത്തി വെക്കണ്ട. റവാഹു മുസ്ലിം. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم بعث إلى بني ലഹിയാൻ, ലഹിയ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, തങ്ങൾ പറഞ്ഞു, ലിയംബഅസ മിൻ കുല്ലി റജുലൈനി അഹദുഹുമാ,
രണ്ടാളിൽ നിന്ന് ഓരോരുത്തർ പോട്ടെയായിരുന്നു. ഇവിടെ ഈ പരി രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ പോട്ടെ, ഒരാൾ പരക്കാരൻ നോക്കാൻ നിൽക്കട്ടെ. ഈ പരി രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ യുദ്ധത്തിന് പോട്ടെ, ഒരാൾ വീട് നോക്കാൻ നിൽക്കട്ടെ. അങ്ങനെ രണ്ടാളിൽ നിന്ന് ഒരാൾ പുറപ്പെടട്ടെ. കൊല്ലജുർബൈനും ആ കൂലി രണ്ടാളുടെ ഇടയിലാണ് ആയിരുന്നു. പോയാനും കൂലിയുണ്ട്, ഇവിടെ നിൽക്കണവനും കൂലിയുണ്ട്. റവാഹു മുസ്ലിം. വഫീരാത്തിൽ ലഹു റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ളത്, ലിയഖ്റുജ മിൻ കുല്ലി റജുലൈനി, രണ്ട് റജുലിൽ നിന്ന് പുറപ്പെടട്ടെ, റജുലൻ ഒരു പുരുഷൻ. സുമ്മ കാലൽ ഖായിദി, ഇരിക്കുന്നവനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുക്കും ഖലഫ അൽ ഖാരിജ ഫി അഹ്ലിഹി വ മാലിഹി ബി ഖൈരിൻ കാന ലഹു മിസ്ലു നിസ്ഫി അജ്രിൽ ഖാരിജി. നിങ്ങൾ ആരെങ്കിലും പുറപ്പെട്ടവനിക്ക് പ്രതിനിധിയായാൽ, അഹ്ലിലും മാലിലും പ്രതിനിധിയായാൽ, ഹൈർ കൊണ്ട് പ്രതിനിധിയായാൽ, കാന ലഹു മിസ്ലു അജ്രി നിസ്ഫിൽ ഖാരിജി, പുറപ്പെട്ടവന്റെ കൂലിൻ്റെ പകുതിയോട് സമാനമായതുണ്ടാകുന്നതാണ്. വനിൽ ബറാഇ റളിയല്ലാഹു അൻഹു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനിൽ ബറാഇ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മുഖന്നഉൻ, ആയുധങ്ങളെ കൊണ്ട് ആകെ മൂടപ്പെട്ട ഒരു റജുല് മുത്തനബിൻ്റെ ഹദറത്തിൽ വന്നു. എന്തുകൊണ്ട് ആയുധം? ബിൽ ഹരീരി, ഇരുമ്പ് കൊണ്ട് നിർമ്മിതമാക്കപ്പെട്ട പടയങ്കിയൊക്കെ ധരിച്ചുകണ് അദ്ദേഹം. തലിൻ്റെ മേലെ പടത്തൊപ്പിയൊക്കെ വെച്ചുകണെന്ന് അർത്ഥം. പിന്നെ ഫഖാല യാ റസൂലല്ലാഹ് ഉഖാതിലു ഔ ഉസ്ലിമു, ഖാല അസ്ലിം സുമ്മ ഖാതിൽ. ഞാൻ യുദ്ധം ചെയ്യണോ അതല്ല ഇസ്ലാമിക്ക് വരണോ ചോദിച്ചു. തങ്ങൾ മറുപടി അസ്ലിം സുമ്മ ഖാതിൽ. ആദ്യം കെലിമല്ലികളാ, എന്നിട്ട് പിന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു പറഞ്ഞു. ഫസ്ലമ്മ, അയാൾ കെലിമല്ലി, സുമ്മ ഖാത്തല, അയാൾ യുദ്ധത്തിന് പുറപ്പെട്ടു. ഫഖുത്തില, അദ്ദേഹം ഷഹീദായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമില ഖലീലൻ വഉജ്റ കസീറ, കുറച്ച് അമൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ധാരാളം പ്രതിഫലം നൽകപ്പെട്ടു. അല്ലേ? കുറച്ച് അമൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ സ്വർഗത്തിൽ ഉന്നതമായ പദവി, ശുഹദാഇൻ്റെ പദവി ഇല്ലേ, അതുകൊണ്ട് കിട്ടി. മുത്തഫഖുൻ അലൈഹി. വഹാദാ ലഫ്ദുൽ ബുഖാരി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മാ അഹദുൻ യദ്ഖുലുൽ ജന്നത യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയ വലഹു മാ ഫിൽ അർദി മിൻ ഷൈഇൻ ഇല്ല ഷഹീദ്. മാ അഹദുൻ, ഒരാളും തന്നെയല്ല, യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയ, ദുനിയാവിലേക്ക് അവൻ തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. വലഹു മാ അലൽ അർദി മിൻ ഷൈഇൻ, വസ്തുക്കൾ എന്തൊക്കെ ഭൂമിൻ്റെ മേലിൽ മുഴുവനും അവനിക്ക് കിട്ടും. ഇവിടെ ഇഷ്ടം പോലെ സമ്പത്തും അധികാരം മുഴുവനും കിട്ടും. ആ നൽകി ദുന്യാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളും തന്നെ ഇല്ല. ഇല്ല ഷഹീദ്, ഷഹീദല്ലാതെ. ദുന്യാവിലേക്ക് സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ തിരിച്ചു പോരാൻ പൂതിയുള്ള ഒരാളേ ഉള്ളൂ. ആരാണത്? ഷഹീദ്. യതമന്ന, അവൻ പൂതി വെക്കുന്നു. എന്താ പൂതി വെക്കുന്നത്? ദുന്യാവിലേക്ക് തിരിച്ചു വരാനും, ഫയുഖ്തല അശറ മറാത്ത്, അങ്ങനെ കൊല്ലപ്പെടാനും ആഗ്രഹിക്കുന്നു. എത്ര തവണ? 10 തവണ. ലിമാ യറാമിനൽ കറാമത്തി, അവൻ കാണുന്നൊന്ന് കാരണമായി, ഒന്നതിനാൽ ബഹുമാനത്തിനാൽ. ഇങ്ങനെയൊക്കെ സ്ഥാനമാനം സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ ഒന്നും കൂടി ദുന്യാവിലേക്ക് പോവുക, എന്നിട്ട് പിന്നെ യുദ്ധം ചെയ്യുക, എന്നിട്ട് വെട്ടി കിട്ടി ജീവൻ പോവുക, എന്നിട്ട് പിന്നെയും പിന്നെ ദുന്യാവിലേക്ക് പിന്നെയും മുടക്കുക, പിന്നെ യുദ്ധം ചെയ്യുക. അങ്ങനെ 10 വട്ടം ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആര് മാത്രമേ ഉള്ളൂ? ഷഹീദ് മാത്രമേ ഉള്ളൂ. ഫിരിവാത്തിൻ, ഒരു റിപ്പോർട്ടിലുള്ളത്, ലിമായറ, അവൻ കാണുന്നൊന്ന് കാരണമായി. എന്തിനാ? മിൻ ഫദ്ലി ഷഹാദ, ഷഹീദാവുന്നതിൻ്റെ മഹത്വത്തിനാൽ. മുത്തഫഖുൻ അലൈഹി. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലിശ്ശഹീദ്, ഷഹീദിന് അല്ലാഹു പുറത്തു കൊടുക്കും, കുല്ല ദംബിൻ, എല്ലാ പാപവും, ഇല്ല ദൈൻ, കടമല്ലാത്ത. വേറെ ആൾത്തിരുത്തണമെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കില്ല. അത് ഷഹീദായിട്ടും കാര്യമില്ല, അല്ലാത്തൊക്കെ പുറത്തു കൊടുക്കും. റവാഹു മുസ്ലിം. ഫീ റിവായത്തിൽ ലഹു അൽ ഖത്ലു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ഈ ഖത്ല്, യുകഫിറു കുല്ല ഷൈഇൻ, എല്ലാ പാപങ്ങളെയും പൊറുപ്പിക്കും, ഇല്ലദ്ദൈൻ, കടമല്ലാത്ത. പിന്നെ നബി ഖതാദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖാമ ഫീഹിം, സ്വഹാബത്തിൽ ഒരു ദിവസം മുത്തനബി പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ദക്കറ, തങ്ങളിങ്ങനെ പറഞ്ഞു എവിടെത്തി, അന്ന ജിഹാദ ഫീ സബീലില്ലാഹി വൽ ഈമാന ബില്ലാഹി അഫ്ളലുൽ അഅമാൽ, അള്ളാഹിന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധവും അള്ളാഹിനെ കൊണ്ടുള്ള ഈമാനുമാണ് അമലിൻ്റെ കൂട്ടത്തിൽ അഫ്ളൽ എന്നൊക്കെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. ഫഖാമ റജുലുൻ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റു. ഫഖാല യാ റസൂലല്ലാഹ് അറൈത, തങ്ങളെന്ന് പറഞ്ഞാട്ടെ, ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി, എൻ്റെ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ, തുകഫറു അന്നീ ഖതായായ, എൻ്റെ എല്ലാ പാപങ്ങളും എന്നെ തൊട്ട് പൊറുക്കപ്പെടുമോ നബിയേ?
ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതേ, ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ കൊല്ലപ്പെട്ടാൽ വഅന്ത സാബിറുൻ മുഹ്തസിബുൻ, ക്ഷമിക്കാൻ തയ്യാറുള്ളവനും കൂലി തേടിയവനുമാണ്, മുഖ്ബിറുൻ ഗൈറു മുദ്ബിരിൻ, മുന്നോട്ടെടുത്ത് ചാടിയവനാണ്, പിന്തിരിഞ്ഞോടാത്തവനുമാണ്, ആ നിലക്ക് മരിച്ചാൽ നീ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനാണ്. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ ഖുൽത, ഇപ്പം എങ്ങനെ പറഞ്ഞത്? കാലാപ്പോ ഈ സഹാബി ഒന്നും കൂടി ചോദ്യം ആവർത്തിച്ചു. അള്ളാന്റെ മാർഗ്ഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ എൻ്റെ പാപങ്ങൾ അതിനകത്തോട്ട് പൊറുക്കപ്പെടുമോ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു നഅം, അതേ, വഅന്ത സാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറു മുദ്ബിരിൻ പറഞ്ഞു. ഇല്ലദ്ദൈൻ, നേരത്തെ അത് പറഞ്ഞില്ലേ, ഇനി ഏത് കൂട്ടി? ഇപ്പം കടമൊയ്കേ എന്ന് കൂട്ടി. ഇല്ലദ്ദൈൻ, കടമൊയ്കേ. ഫൈന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലി ദാലിക, ഇപ്പം ജിബ്രീൽ ഒന്നുകാട് എന്നോട് ഇല്ലദ്ദൈന് പറയണമെന്ന് നബിയേത് പറഞ്ഞതാണ്. ആദ്യം ഏത് പറഞ്ഞില്ലേ, ഇനി ഇല്ലദ്ദൈന്ന് പറഞ്ഞില്ലേ, ഇനി ഇപ്പം ജിബ്രീൽ ഒന്നാടില്ലെന്ന് പറഞ്ഞു, ഇല്ലദ്ദൈന്ന് പറഞ്ഞു. ഖാല ലി ദാലിക, എന്നോട് അത് പറഞ്ഞോ, ഏത് പറഞ്ഞോ, ഇല്ലദ്ദൈന്ന് പറഞ്ഞു. റവാഹു മുസ്ലിം. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റജുലു പറഞ്ഞു, അയിന അന യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, ഞാൻ എവിടെയായിരിക്കും ഈ കുത്തിട്ട് ഞാൻ കൊല്ലപ്പെട്ടാൽ? ഖാല, തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക്. ആരെന്ന് പറഞ്ഞു? ഫാൽക്കാത്തമ്രാത്തിൻ കുന്നഫിയതി, തൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന കാരക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞു. സുമ്മ കാത്തല ഹത്താ കുത്തില, കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം യുദ്ധം ചെയ്തു. റവാഹു മുസ്ലിം. വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഇൻതലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബുഹു, മുത്തനബിയും സഹാബത്തും കൂടിയും പോയി. ഹത്താ സബഖു വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് മുമ്പിലെത്തി. ഇലാ ബദ്രി, ബദർക്ക് പറഞ്ഞ ടൈമിന് മുമ്പിൽ ആദ്യം ആരെത്തി? സഹാബാക്കളും മുത്തനബിയാണ് ആദ്യം എത്തിയത്. മുശ്രിക്കുകൾ ഇങ്ങനെ പാട്ടും പാടി വരുന്നുള്ളൂ, ചണ്ടയും മുട്ടി മദ്ദളം മുട്ടി വരുന്നുള്ളൂ. അപ്പോൾ ജാൽ മുശ്രിക്കൂന, പിന്നെ മുശ്രിക്കീങ്ങളും വന്നോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖ്ദുമ യഖ്ദുമൻ അഹദും മിൻകും ബിലാ ഷൈഇൻ, നിങ്ങളുടെ ഷെയ്യിലേക്ക് തന്നെ നിങ്ങൾ ഒരാളും തന്നെ മുന്നോട്ടെടുത്ത് ചാടരുത്. അത്താക്കൂന അനദൂനഹൂ, ഞാൻ അവൻ്റെ കൊപ്പുണ്ടായിട്ടല്ലാതെ, അവൻ്റെ വേക്കിലുണ്ടായി കൊണ്ടല്ലാതെ നിങ്ങളെന്ത് ചെയ്യരുത്, ആരും മുമ്പ് എടുത്ത് ചാടരുത്. ഇവർക്കൊക്കെ ചാടാനാണ്, അബൂജഹലിനെ ശരിയാക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇവരാകെ മുന്തിരി പോകുന്ന ആൾക്കാരുള്ളൂ, മറ്റൊരു 1000-ഓളം ആൾക്കാരുണ്ട്. ഇവരെന്നൊക്കെ പറഞ്ഞാൽ റമളാൻ 17 വരെ കാരക്കൊണ്ട് നോമ്പ് തുറന്നുകാണ്ടും പച്ചവെള്ളം കുടിച്ച് വെള്ളം നോമ്പ് തുറന്നുകാണ്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പട്ടിണിയാണ്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരെ ഇപ്പം ധന മുശ്രിക്കൂന അടുത്തടുത്ത് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂമൂ, എണീറ്റൂടെടാ, ഇലാ ജന്ന, ഒരു സ്വർഗത്തേക്ക്. അർളുഹ സമാവാത്തു വൽ അർളു, അതിൻ്റെ വീതി തന്നെ ആകാശഭൂമികളോട് സമാനമാണ്. 7 ആകാശവും 7 ഭൂമിയും പരത്തച്ചത്ര വീതി തന്നെ ഉണ്ട്, അയാതി സ്വർഗ്ഗമാണ് കാരണം. അപ്പം നീളത്തെ കണക്ക് പറയുമാണ്ടല്ലോ. കാലാ റിപ്പോർട്ട് പറയാണ്, യഖൂലു ഉമൈർ ഇബ്നു ഹുമാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമൈറുൽ ഹുമാം റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ജന്നത്തുൻ, ഒരു സ്വർഗമോ? അർളുഹാ സമാവാത്തു വൽ അർള്, അതിന് വീതി തന്നെ 7 ആകാശവും 7 ഭൂമിയും കൂടി അത്ര വീതിയോ, അയാതി സ്വർഗോ? ഇതാണ് പറഞ്ഞപ്പം കാല തങ്ങൾ പറഞ്ഞു, നഅം, അതെ. കാല, അപ്പം ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹിൻ ബഹിൻ, ഏയ് സബേഷ് എന്നൊക്കെ പറഞ്ഞ മാതിരി, ഹായ് ഹായ് എന്ന് പറഞ്ഞ മാതിരി. ബഹ് ബഹ്, അറബികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പറഞ്ഞ വാക്കാണിത്. ബഹിൻ ബഹിൻ അല്ലെ ബഹ് ബഹ് എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹഹ്മിലുക, ഈയിടെ ഉമൈറെ, നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണല്ലോ? കൗരിക്ക ബഹിൻ ബഹിൻ, എന്താ ഇങ്ങനെന്താ ഹായ് ഹായ് എന്നൊക്കെ പറയണേ? കാലാ, മൂപ്പര് പറയാണ്, ഇലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, എന്നാ വാക്ക് പറയാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഇല്ല റജാഅൻ യകൂന മിൻ അഹ്ലിഹാ, ഞാൻ ആ സ്വർഗത്തിൻ്റെ അയലുകാരിൽ പെട്ടുപെടുമെന്ന പ്രതീക്ഷയല്ലാതെ. കാലാ, റസൂലുള്ള പറയാണ്, റസൂലുള്ള പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, എന്നാൽ നീ ആ സ്വർഗത്തിൻ്റെ അയലുകാരിൽപ്പെട്ടവൻ തന്നെയാണ് നിശ്ചയം. ഇത് അള്ളാന്റെ തിരുദൂതര തൊള്ളയിൽ നിന്ന് കേട്ടപ്പോൾ ഫഖറജ തംറാത്തിൻ മിൻ ഖറനിഹി, തൻ്റെ താതാരിക്കുന്ന വട്ടിയിലുണ്ടായിരുന്ന കാരക്കകൾ അങ്ങ് വരി ദൂരേക്ക് എറിഞ്ഞു. ഫജാല യഅ്കുലു മിൻഹുന്ന, എടുത്തു പുറത്തേക്ക് എടുത്തു. ഫജാല യഅ്കുലു മിൻഹുന്ന, അതിൽ നിങ്ങൾ തിന്നാൻ തുടങ്ങി. സുമ്മ കാല, പിന്നെ തങ്ങൾ പറഞ്ഞില്ല, ഇന്നന ഹയ്യിതു, ഞാനിനി ജീവിക്കുകയാണെങ്കിൽ, അത്താക്കുല തംറാത്തിൻ ഹാദിഹി, ഈ കാരക്ക തിന്നു തീരുന്നത് വരെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഇന്നഹാ ലഹയാത്തുൻ തവീല, അതൊരു നീണ്ട ജീവിതമാണ്. കായ് പിടിച്ച ഈ കാരക്ക തിന്ന് തീരുന്നവരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നീണ്ട ജീവിതമാണ്. കാരണം സ്വർഗത്ത് ഫറമ,
അദ്ദേഹം വലിച്ചെറിഞ്ഞു. ബിമാ കാനമഹൂ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്നിനെ വലിച്ചെറിഞ്ഞു. എന്തിനും ഈ കാരക്കയാൽ. സുമ്മ കാത്തലഹും അത്താ കുത്തില, അദ്ദേഹം അവർക്കെതിരെ യുദ്ധം ചെയ്തു. അത്താ കുത്തല, കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം മുശ്രിക്കുകൾക്കെതിരെ യുദ്ധം ചെയ്തു. റവാഹു മുസ്ലിം. ഖറൻ എന്ന് പറഞ്ഞാൽ ഖറൻ എന്ന് വായിക്കണം. ചാട്ടുളികൾ തിരികെ വെക്കുന്നതായിരിക്കുന്ന ആ സഞ്ചിക്കാണെന്ന് പറയില്ലേ, കറന്ന് അറിയില്ല. അതിൽ കുറച്ച് കാരൊക്കെ ഉണ്ടായിരുന്നു. ആ സഞ്ചിയിൽ നിന്നെടുത്ത കാരൊക്കെ ഒരു കൈക്ക് പിടിച്ചത്, അത് വലിച്ചെറിഞ്ഞ് കണ്ട ഒരു യുദ്ധത്തിന് പോയാണ് ഷഹീദായത്. അള്ളാഹു ഓലോടുകൂടെ നമ്മളെ സ്വർഗത്തിൽ വെറുതെ ഒരുമിച്ച് വിട്ടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഹു അന്നഹു ഖാല ജാഅ നാസുൻ, കുറച്ച് ആളുകൾ വന്നു. ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ കുറച്ച് ആൾക്കാർ വന്നു. എന്തിനാ അവർ വന്നതെന്നറിയോ? അഥവാ ഇബാദ് മാന റിജാലൻ, ഞങ്ങളെ കൂടെ കുറച്ച് ആൾക്കാർ അയച്ചു തരണം. യുഅല്ലിമൂന അൽ ഖുർആന വസുന്നത്ത, ഞങ്ങൾ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഫബഅഥ ഫീഹിം ഇലൈഹിം സബഈന റജുലൻ മിനൽ അൻസാർ യുഖാലു ലഹുൽ ഖുറാഅ്. അന്ന് ഖുറാഅ് എന്നാ പറയാം, അന്നത്തെ ആലിമീങ്ങൾക്ക്. നല്ല ഖുർആൻ പഠിച്ച 70 ആൾക്കാരെ അൻസാറിൽപ്പെട്ടവരെ മുത്തനബി ഓലപ്പോൾ പറഞ്ഞയച്ചു. ഫീഹിം ഖാലി ഹറാമുൻ, ഇൻ്റെ ഖാലി ഹറാമൊക്കെ കൂട്ടത്തിലുണ്ട്. യഖറഊന ഖുർആന, ഓലും മദീനത്ത് എന്തെന്ന് കേൾക്കണ്ടതിന് പണി എന്നറിയോ? ഖുർആൻ ഓതുകയും യതദാറസൂന ബില്ലൈലി വയതഅല്ലമൂന, അവർ ബുദ്ധിമുട്ടി പഠിക്കുകയും അത് അങ്ങും ഇങ്ങും പറഞ്ഞു പഠിക്കുകയും ചെയ്യും രാത്രിയിൽ. അതിന് ഓൽക്കൊരു പണി. പകലോ വക്കാനോ ബിൻ നഹാരി, പകല അവരായിരുന്നു യജീഊന ബിൻ മായി, വെള്ളം ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരും. കലഊന ഹൂഫിൽ മസ്ജിദ്, പള്ളിയിൽ സ്റ്റോക്ക് ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മദീനത്തെ പള്ളിയിൽ. ഫെഹതദീപൂന, അങ്ങോട്ട് ഓലെന്ത് ചെയ്യും? വിറക് ശേഖരിക്കാൻ പോകും പകലേ. വൈബിയൂനഹു, ഇങ്ങോട്ട് അത് വിൽക്കും. വിറ്റ് പൈസ ആക്കിയിട്ട് എസ്തറൂന ബിഹി താമിലി അഹ്ലി സുഫ, സുഫത്തിൻ്റെ അധികാരമാവുന്ന 300-400 അടിയിൽ ആൾക്കാരുണ്ട്. ഓൽക്കും വേണ്ടി ഭക്ഷണം വാങ്ങും. വലിയ ഫുഖറായി, പാവങ്ങൾക്ക് വേണ്ടി കാണ്ടും ഒക്കെ. അപ്പോൾ വഅസഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മുത്തനബി ഇപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരെയാണ് ഈ വളവന്മാരുടെ അടുത്തേക്ക് ഓല് ചുളിവിൽ പറഞ്ഞാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചാൽ ആളെന്നൊക്കെ പറഞ്ഞ് ആണ്ട് വെളുവായിട്ട് പറഞ്ഞാൽ ഇവിടെ ഓലടുത്ത് മുത്തനബിയോട് പറഞ്ഞയച്ചു ഈ 70 നല്ല മനുഷ്യന്മാർ. ഫറല്ലൂലഹും, അപ്പോൾ അത് ഓലെ സ്വഭാവം, തനി സ്വഭാവം ഓല് കാണിക്കൽ തുടങ്ങി. ആ കുഫാറാണ് വരുന്ന പോലെ ആ കുഫാർ ഈ സഹാബത്തിനെക്കുള്ള വെളിവായി. കത്തലൂഹും 70ഓളം വരുന്ന സഹാബത്തിനൊരു കൊന്നു. കബല അബ്ലുൽ മക്കാന, ലക്ഷ്യത്തിലെത്തിക്കണതിന് മുമ്പ് തന്നെ വഹിക്കുന്നതാണ് ശരിയാക്കിയത്. അപ്പോൾ കാലു ഓല് പറഞ്ഞു അള്ളാഹുമ്മ, അപ്പോൾ ഈ സഹാബത്ത് ദ്വാരിക്കാൻ അല്ലാഹുമ്മ ബല്ലിഗ്നാ നബിയന, അള്ളാഹുമ്മ അള്ളാഹുവെ ബല്ലിഗ്നാ നബിയന, ഞങ്ങളത്തോട്ട് ഞങ്ങൾ നബിക്ക് നീ വിവരമെത്തിക്കണം. എന്ത്? അന്നാ ഖദ് ലഖീനാക, നബിയെ തങ്ങളെ ഞങ്ങൾ കണ്ടുമുട്ടി. റദീന അൻക റദീത അന്ന, ഞങ്ങളെത്തോട്ട് തങ്ങളും തങ്ങളെത്തോട്ട് ഞങ്ങളും പൊരുത്തപ്പെട്ടല്ലോ. വതാറജുലുൻ ഹറാമൻ, അങ്ങനെ ഒരു പഹയൻ ഈ നമ്മളെ ഹറാമിൻ്റെ അടുത്തേക്ക് വന്നു. ഖാല അനസിൻ, അനസിൻ്റെ ഖാലായ ഹറാമില്ലേ, ഈ ഖൽഫിഹി, ബേക്കൂടെ വന്ന് കണ്ടു. താനഹു, മുപ്പരി ഒറ്റ കുത്തുബിറോഹിം, കുന്തം കൊണ്ട്. അത്തംഫതഹു, ഇപ്പുറത്ത് കോട്ട ഉണ്ടാക്കി. കാല ഹറാമൻ, അപ്പോഴും ഹറാമെന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഫുസ്തൂവ റബ്ബിൽ കാബ, കാബൻ്റെ റബ്ബാണേ സത്യം, ഞാൻ ഇതാ വിജയിച്ചിരിക്കുന്നു. കുത്താൻ കിട്ടിയപ്പം അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഇഖ്വാനക്കും ഖദ് ഖുതിലൂ, ഈ സമയത്തതാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിക്ക് വിവരം കൊടുത്തതായിരിക്കണം. മുത്തനബി പറയാണ് സഹാബത്തെ ഖദ് ഖുതിലൂ, ഇവിടുന്ന് പറഞ്ഞാൽ 70 ആൾക്കാർ കൊല്ലപ്പെട്ട് കേട്ടോ. ഫഇന്നഹും ഖാലൂ, ഓല് പറയണത് അല്ലാഹുമ്മ ബല്ലിഗ്നാ നബിയനാ അന്നാ ഖദ് ലഖീനാക വറദീനാ അൻക വറദീത അന്നാ, ഇതാണ് ഒരു പറയണത് എന്നുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു. വഅൻഹു അന്നഹു ഖാല ഗാബ അമ്മി അനസ് ഇബ്നു നളർ, എൻ്റെ അമ്മാവുന്ന അനസ് ഇബ്നു നളർ ഉണ്ടല്ലോ, മൂപ്പര് മറഞ്ഞു. അൻ ഖിതാരി ബദരിൻ, ബദർ യുദ്ധത്തിനെ തൊട്ട് അതിൽ കൂടാനുള്ള ഭാഗ്യം മൂപ്പർക്ക് ഉണ്ടായില്ല. അപ്പോൾ കാല, മൂപ്പര് പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ, ഖിബ്തു, ഞാൻ അപ്രത്യക്ഷനായല്ലോ. അവര് ഖിതാരിൻ കാത്തത്തിൽ മുശ്രിക്കീനെതിരെ തങ്ങൾ നടത്തിയ ആദ്യ സമരത്തിൽ തന്നെ ഞാൻ വായി പോയല്ലോ നബിയേ. ലൈനില്ലാഹു അഷ്ഹദനി ഖിതാല മുശ്രിക്കീൻ, ഇനി മുശ്രിക്കുകൾക്കെതിരെയുള്ള ഒരു സമരത്തിൽ, ഒരു യുദ്ധത്തിൽ എന്നെ അള്ളാഹു ഷാഹിദാക്കിയെങ്കിൽ ലയുരിയൻ അള്ളാഹു കാട്ടിക്കൊടുക്കും. മാസ്നഊ, ഞാൻ കാട്ടിക്കൂട്ടുന്നതിനെ ജനങ്ങൾക്ക് അള്ളാഹു എന്ന് കാട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ റയൻ അള്ളാഹു മാസ്നഊ, ഞാൻ ചെയ്യുന്ന അള്ളെന്ന് കാണും.
ഫലമ്മാക്കാന യൗമു ഉഹദിൻ, അങ്ങനെ ഉഹദിൻ്റെ ദിവസം വന്നപ്പോൾ ഇംഗ്ലീഷപ്പൽ മുസ്ലിമീങ്ങളൊക്കെ ഛിന്നഭിന്നമായി പിന്തിരിഞ്ഞോടി, എല്ലാവരും ഛിന്നഭിന്നമായി ഓടി. ആ സമയത്ത് ഫക്കാല 70ഓളം ആൾക്കാരാണെന്ന് ഷഹീദാദ് റസൂലുള്ളാഹിൻ്റെ ഒരു വാക്ക് പൂർത്തിയാക്കാത്ത കാരണമായി. ഫക്കാല സമയത്ത് ഈ അനസ് ബിൻ നദർ പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ആയത്തുറയിലേക്ക് അമ്മാസനഹാവുലായി, ഈ ടീം കാട്ടിക്കൂട്ടിയതിനെ തൊട്ട് എന്നിലേക്ക് ഞാൻ എതിർ പറയുന്നു അല്ലാ. ഈ ടീം പറഞ്ഞാൽ അനിയസാബഹു, കാരണം അവർ ചെയ്തത് എന്താണ്? ഉത്തരവിൻ്റെ വാക്ക് തെറ്റിക്കുകയും അവസാനം തിരിഞ്ഞോടുകയല്ലേ ചെയ്തത്. അത് ഞാൻ ചെയ്യൂല. പബുറയിലേക്ക് വിമ്മാസനാവൂല, ഈ ടീം ചെയ്ത ചട്ടത്തരത്തെ തൊട്ട് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവരെ കാട്ടിക്കൂട്ടിയത്? അതിന് മുശ്രിക്കുകൾ കാട്ടിക്കൂട്ടിയത് ബഹുദൈവാരാധനയും മുഅ്മിനീങ്ങളെ കൊല്ലലും അല്ലേ. അതിനെ തൊട്ട് ഞാൻ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. സുമ പിന്നെ അനസ് മുന്നോട്ട് നീങ്ങി. ഫസ്തഖ്ബലഹു സഅദ് ബിൻ മുആദിൻ, അപ്പണ്ട് തിരിച്ചിങ്ങോട്ട് വരുന്നു മൂപ്പർക്കെതിരെ സഅദ് റളിയല്ലാഹു അൻഹു. ഫഖാല, അനസ് ചോദിച്ചു, യാ സഅദ്, എട സഅദേ, അൽ ജന്ന, സ്വർഗത്തെയാണ് ഞാൻ കാണുന്നത്. റബ്ബിൽ ഖാൻ നദരി, എൻ്റെ വാപ്പയാവുന്ന നദറിൻ്റെ റബ്ബാണ് സത്യം. ഇന്നി അജ്ദിരിയാ, നിശ്ചയമാണ്ടും സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ എത്തിക്കുന്നു. മിൻ ദൂനി ഉഹദിൻ, ഉഹദിൻ്റെ താഴ്ഭാഗത്ത് നിന്ന്. ഖാല സഅദുൻ, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമസ്തതാതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് കഴിഞ്ഞില്ല നബിയേ, മാ സനആ, അന്ന് അനസ് കാട്ടിക്കൂട്ടിയത് എനിക്ക് കഴിഞ്ഞില്ല നബിയേ. ഖാല അനസുൻ, റിപ്പോർട്ട് ചെയ്യുന്ന അനസ് പറയാണ്, ഫവജദനാ ഫീഹി, ഈ അനസിൽ ഞങ്ങൾ എത്തിച്ചു. അനസ് ബിൻ നദർ എന്ന് പറയുന്ന എൻ്റെ അമ്മാവുന്ന അനസിൽ എത്തിച്ചു. എന്ത്? കത് കുത്തില സമാനീന ദർബത്തൻ, ചില്ലാൻ്റെ എത്തിച്ചു. ദർബത്തമ്പി സൈഫി, വാളിനാലുള്ള വെട്ടിനാലും, തോനത്തമ്പി റംഹീൻ, കൊമ്പത്തിനാലുള്ള കുത്തിനാലും, റമ്യത്തമ്പി സമീൻ, വാളിനാലുള്ള വെട്ടലിനാലും, ഈ മൂന്നാലൊന്നിനാൽ ചില്ലാനെ ഞങ്ങൾ എത്തിച്ചു. ഫജദിനാവു, അദ്ദേഹത്തെ ഞങ്ങൾ എത്തിച്ചു. കത് കുത്തില, കൊല്ലപ്പെട്ടും ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് മാത്രമല്ല, കത് മസ്തലബീനും മുശ്രിക്കൂന അദ്ദേഹത്തെ കഷ്ണമാക്കിയിട്ടുണ്ട്, അംഗച്ഛേദം നടത്തിയിട്ടുണ്ട്. ഫമാറഫഹു അഹദുനില്ല ഉഖ്തുഹു, തൻ്റെ പെങ്ങൾക്കല്ലാതെ ഒരാൾക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് തന്നെ എന്തുകൊണ്ട്? ബിവനാനിഹി, വിരൽ തുമ്പ് കണ്ടുകാണ്ട്. കാലാനസുന്, അനസ് പറയാണ്, കുന്നാ നുറാ ഔ നദുന്നു, ഞങ്ങൾ ഭാവിക്കാറുണ്ടായിരുന്നു, അന്ന ഹാദിഹിൽ ആയത്ത് നസലത്ത് ഫീഹി വഷ്ഫി അഷ്ബാഹി, ഈ ആയത്ത് മഹാനരിലും മഹാനരെ പോലത്തെ ആളുകളിലുമാണ് ഇറങ്ങിയത്. എന്താണ് ആയത്തിൻ്റെ സാരം? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, ഏത് കരാറിൻ്റെ മേൽ അള്ളാഹുമായി കരാർ നടത്തിയോ ആ കാര്യത്തെ അതേപോലെ തന്നെ സാധിക്കാവുന്ന കുറേ ഒരു ആൺകുട്ടികൾ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുണ്ട്. ഈ ആയത്ത് മൂപ്പരെ പറ്റി ഇറങ്ങിയത്. സഫഖുൻ അലൈഹി വഖദ് സഫഖ ഫീ ബാബിൽ മുജാഹദ, ഈ ഹദീസ് ഇങ്ങനെ തന്നെ മുജാഹദൻ്റെ ബാബിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ സമുറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഅയ്തുൽ ലൈലത, ആ രാത്രി ഞാൻ കണ്ടു, റജുലൈനി, രണ്ടാളുകളെ, അത്തയാനി, ആ രണ്ടുപേരും എന്നെ കൊണ്ടുപോയി. അങ്ങനെ സൈദാബിയ ഷജറത്ത, രണ്ടുപേരും എന്നെ ഒരു വൃക്ഷത്തിൽ കയറ്റി. ഫദ്ഖലാനി ദാറൻ, എന്നിട്ട് അവർ രണ്ടുപേരും എന്നെ ഒരു പ്രത്യേകമായ ഭവനത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ അഹ്സനു വഅഫ്ളലു, അത് വളരെ അഴകാർന്നതും വളരെ മഹത്വമുള്ളതുമാണ്. ലം അറ ഖത്തു അഹ്സന മിന്ന, അതിനേക്കാൾ മൊഞ്ചുള്ള വീട് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കാല, കൊണ്ടുപോയ രണ്ടാൾ പേർ എന്നോട് പറഞ്ഞു, അമ്മാ ഹാദിഹി ദാറു ഫദാറു ശുഹദാ, ഈ ഭവനമുണ്ടല്ലോ അത് ശുഹദാക്കളുടെ ഭവനമാണ്. ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ മുത്തനബിക്കുണ്ടായ ധാരാളം രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രംഗമാണ് ആ പറഞ്ഞത്. റവാഹുൽ ബുഖാരി വഹാദ ബഅലുൻ, ഇത് ചെറിയൊരു ഭാഗമാണ്. മിൻ ഹദീസിൻ തൊവീലിൻ, നീണ്ടൊരു ഹദീസിൽ നിന്നുള്ള. ഫീഹി, ആ ഹദീസിലുണ്ട്, അൻവാഉൽ ഇൽമി, ഇൽമിൻ്റെ ധാരാളം ഇനങ്ങളുണ്ട്. സേത്തി, ആ ഹദീസ് ഫുള്ളായിട്ട് വരും. ഫീ ബാബി തഹ്രീമിൽ കദിബ്, ഇൻഷാ അല്ലാഹ് തഹ്രീമുൽ കദിബ് എന്ന് പറയുന്ന ബാബിൽ വരും. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന ഉമ്മ റുബയ്യ ബിൻതൽ ബറാഇന്റെ മോളത്തൊട്ട് റിപ്പോർട്ട്, വഹിയ ഉമ്മു ഹാരിസത ബിൻത് സുറാഖ, ഹാരിസത്തിൻ്റെ ഉമ്മയാണത് റളിയല്ലാഹു അൻഹും.
അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ബീവി ഉണ്ടല്ലോ ഉമ്മു റുബയ്യ ബീവി വന്നു മുത്തനബിൻ്റെ ഹദറത്തേക്ക്. ഫഖാലത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തുഹദ്ദിസുനി അൻ ഹാരിസ, പിന്നെ എൻ്റെ മോനാകുന്ന ഹാരിസിനെ കുറിച്ച് താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരൂലേ? വകാന ഖുത്ല യൗമ ബദരിൻ, ബദറിൻ്റെ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഫഇൻകാന ഫിൽ ജന്നതി സബർതു, എൻ്റെ മോൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വൈൻകാന ഗൈറ ദാലിക, അല്ല സ്വർഗത്തിലല്ലെങ്കിലോ ഇജ്തഹത്തു അലൈഹി ഫിൽ ബുകാ, അവൻ്റെ മേൽ ഞാൻ കരച്ചിലിൽ വളരെ പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ്. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, ഹാരിസത്തിൻ്റെ മോളെ ഉമ്മ, ഇന്നഹാ ജിനാനും ഫിൽ ജന്ന വഇന്ന മബ്നകി അസാബൽ ഫിർദൗസൽ അഅ്ലാ, സ്വർഗത്തിൽ ധാരാളം ആരാമങ്ങളുണ്ട്, എന്നാൽ നിങ്ങളുടെ മോനുണ്ടല്ലോ അത് ഫിർദൗസുൽ അഅ്ലാ, സ്വർഗത്തിൽ ഉന്നതമായ അൽ ഫിർദൗസ് എന്ന് പറയുന്ന ഒരിടമുണ്ട്, അവിടെ അതിനെത്തിച്ചിട്ടുണ്ട് കേട്ടോ. റവാഹുൽ ബുഖാരി. وعن جابر بن عبد الله رضي الله عنهما أنه قال جيء بأبي النبي صلى الله عليه وسلم, ജാബിർ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പത്തിന് ഹദറത്ത് കൊണ്ടുവരപ്പെട്ടു. കത് മുസ്തിലബിഹി, അദ്ദേഹത്തെ എന്നെ അംഗച്ഛേദം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വെട്ടി വെട്ടി നുറുക്കി കഷ്ണാക്കിയിട്ടുണ്ട്. ഫൗലിയ ബൈനയദൈഹി, മുത്തനബിൻ്റെ ഹദറത്തിൽ കൊണ്ടുവരപ്പെട്ടു. ഫഹബദഹബതു അക്ശിഫു അൻ വജ്ഹിഹി, ഉപ്പാൻ്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി ആ മുഖത്തിനെ തൊട്ട് ഞാൻ ആ തുണിക്കഷ്ണം ഒന്ന് പൊക്കാൻ ചെന്നു. ഫനഹാനി കൗമുൻ, എന്നോട് ഒരു കൗമ് എന്നെ മുടക്കി വേണ്ടാന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ സാലത്തിൽ മലായികത്തു തുളില്ലുഹു ബിഅജ്നിഹത്തിഹാ, മലക്കുകൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ്, അദ്ദേഹത്തിനിക്ക് തള്ളിട്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ചിറകുകളെ കൊണ്ട്. മുത്തഫഖുൻ അലൈഹി. വഅൻ സഹ്ൽ ബിൻ ഹുനൈഫിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സഅലല്ലാഹ തആല ഷഹാദത ബിസിദ്ഖിൻ, ആരെങ്കിലും സത്യസന്ധമായിട്ട് ഷഹാദത്ത് ചോദിച്ചാൽ, അള്ളാഹുവേ എനിക്ക് ഷഹീദായി തന്നെ മരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബല്ലഹുല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു ശുഹദാക്കളുടെ സ്ഥാനങ്ങളെ അവനിക്ക് കൊടുക്കുക തന്നെ ചെയ്യും. വൈമാതാല ഫിറാശി, അവൻ്റെ കട്ടിൽ കടന്നു കാണ്ട് അവന് സാധാ മരണം മരിച്ചാലും അവന് ശുഹദാൻ്റെ സ്ഥാനമാനങ്ങൾ അവന് ലഭിച്ചു. എന്താ കാരണം? ആത്മാർത്ഥമായിട്ടാണ് അവൻ അള്ളാഹിനോട് ഷഹാദത്തിനെ ചോദിച്ചത്. റവാഹു മുസ്ലിം. പല സഹാബത്തും അങ്ങനെയാണ് ചോദിച്ചിരുന്നത്, റബ്ബേ എനിക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം കൊണ്ടാണ് ശരിക്കെന്നെ മനസ്സരിച്ച് ചോദിച്ചിനോ. അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തലബ ഷഹാദത സാദിഖൻ, ആരെങ്കിലും സത്യം പറഞ്ഞവനായി കൊണ്ട് ഷഹാദത്തിനെ തേടിയാൽ, ഫോർമാലിറ്റിക്ക് വേണ്ടി സ്റ്റേജുമൊക്കെ അരിങ്ങാണ്ട് ചോദിച്ചേക്കല്ല, ആൾക്കാർ കാണാൻ വേണ്ടിയാണ് കള്ളക്കരച്ച് കരഞ്ഞേക്കല്ല, പിന്നെയോ അവൻ്റെ കൽബിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അവൻ എന്തിനു ഷഹാദത്തിന് ചോദിച്ചാൽ ആ പദവി അവന് കിട്ടി. വലവലും തുസിബുഹു, അവനത് കിട്ടിയിട്ടില്ലെങ്കിലും ശരി. റവാഹു മുസ്ലിം. പിന്നെ وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما يجد الشهيد من مس القتل إلا كما يجد أحدكم من مس القرصاء ما يجد إلا شهيد إلا من مس القتل. ആ വെട്ടുമ്പോൾ ഉള്ളതായിരിക്കുന്ന ആ വെട്ടുണ്ടല്ലോ, ആ വെട്ട് തൊട്ട സ്പോട്ടിൽ ഉണ്ടാകുന്നതായ ആ വേദനയിൽ എത്തിക്കൂല. ഇല്ലാക്കമാജിദുക്കും ഈ മസിൽ കർസ, ഒരു ഉറുമ്പ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് നിങ്ങൾ ഏതുപോലെ എത്തിക്കുന്നു അതുപോലെ അല്ലാതെ. നമ്മൾ വിചാരിച്ചോ എൻ്റെ എന്തിക്കാരല്ലേ അതിൻ്റെ ഒരു വേദന എവിടെ? ഉറുമ്പ് നമ്മളെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ശരിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ശരിക്ക് ഇഖ്ലാസോൻ അല്ലാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിയത്ത് നിയമിയാണ് എങ്കിൽ, നല്ല യഖീനുറപ്പോട് കൂടിയാണെങ്കിൽ, ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനൻ്റെ അപ്പുറം ഒരു വേദന ഏതിനില്ല. വെട്ട് കിട്ടുമ്പോൾ ഇല്ല. അത്രേ ഉള്ളൂ. റവാഹു തിർമിദി. വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്.
وعن عبد الله بن أبي أوفى رضي الله عنهما أن رسول الله صلى الله عليه وسلم في بعض أيامه التي لقي فيها العدو ശത്രുക്കളെ കണ്ടുപിട്ടിയ യൗമുകളിൽപ്പെട്ട ഏതോ ഒരു യൗമില് ഇന്തറ നബിതങ്ങൾ ഇങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. എത്താമാലത്തി ശംസു സൂര്യൻ അത് അസ്തമിക്കാൻ അടുത്തിരിക്കുകയാണ്. സുമ്മകാമ ഫിന്നാസ് സഹാബത്തിൽ മുത്തുനബിയെ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫഖാല തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് സ്വഹാബത്തെ ലാ തതമന്നൗ ലിഖാഅൽ അദുവി ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ പൂതി വെക്കണ്ട. വസലുല്ലാഹൽ ആഫിയ അല്ലാഹുവിനെ ആഫിയത്ത് കൊണ്ടല്ലാ എന്ന് ചോദിച്ചാൽ മതി. ശത്രുക്കളെ എത്തിച്ചുകൊണ്ടല്ലാ നിങ്ങൾ ദുആർക്കൊന്നും വേണ്ട. ഫൈദാ ലഖീതുമൂഹും ഫസ്ബിറൂ ശത്രുക്കളെ കണ്ടുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോളി, ക്ഷമിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോളണ്ടി. വഅലമൂ നിങ്ങൾ അറിയണം അന്നൽ ജന്നത തഅത ലിലാലി സുയൂഫ് വാളുകളുടെ നിഴലുകളുടെ താഴെയാണ് സ്വർഗം കുടികൊള്ളുന്നത്. സുമ്മകാല തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് വമുജ്രിയസ് സഹാബ് വഹാസിമൽ അഹ്സാബ് ഇഹ്സിംഹും വൻസുർനാ അലൈഹിം ഖാല റസൂലുള്ളാഹി കിതാബ് ഇറക്കിയ അല്ലാഹ്, കാർമേഘത്തെ ചലിപ്പിക്കുന്ന അല്ലാഹ്, സൈന്യത്തെ ആട്ടിയോടിക്കുന്ന അല്ലാഹ്, ഈ ശത്രുക്കളെ ഇനി ആട്ടിയോടിക്കണേ അല്ലാഹ്, അവർക്ക് കേടായിട്ട് ഞങ്ങൾക്ക് ഇനി നസ്ർ സഹായം നൽകണേ അല്ലാഹ്. മുത്തഫഖുൻ അലൈഹി. وعن سهل بن سعد رضي الله عنه أنه قال رسول الله صلى الله عليه وسلم ثنتان لا تردان രണ്ട് ദുആ തള്ളപ്പെടൂല. ഏതാണ് രണ്ട് ദുആ? ലാ തുറദ്ദാൻ ലാ കല്ലമാ തുറദ്ദാൻ. റസൂൽ കല്ലമാ തുറദ്ദാൻ എന്ന് പറഞ്ഞത് തള്ളപ്പെടൽ വളരെ കുറവാണ്. ഏതാണ് ആ രണ്ട് ദുആ? ദുആ ഇൻദന്നിദാ ബാങ്ക് വിളിക്കുമ്പോഴുള്ള ദുആ, വൈൻദൽ ബസ് ശത്രുക്കളുമായി മല്ലടിക്കുന്ന നേരത്ത്, മനസ്സിലേക്ക് ഭയം വരുന്ന നേരത്തുള്ള ദുആ, ഹീന യുൽഹിമു ബഅ്ളുഹും ബഅ്ളാ ബഅ്ളുമായിട്ട് തിങ്ങി വെട്ടുന്ന നേരത്ത്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ്. وعن أنس رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم إذا غزا യുദ്ധം ചെയ്യുമ്പോൾ കാല ദുആർക്കുന്നവരായി, അല്ലാഹുമ്മ അൻത അളുദി വനസീരി ബിക അഹൂലു വബിക അസൂലു വബിക ഉഖാതിലു ഖാല റസൂലുള്ളാഹി അല്ലാഹുവേ നീയാണ് എൻ്റെ സഹായി, വനസീരി രണ്ടും തന്നെ അളുദി നസീരി തന്നെ. ബിക അഹൂലു നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നത്, വബിക അസൂലു നിന്നെ കൊണ്ട് ബികാഹു നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് നീങ്ങുന്നത്, വബികാസൂലു നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ ചാടി വീഴുന്നത്, വബികൗകാത്തിലു നിന്റെ മാർഗത്തിൽ മാത്രമാണ് ഞാൻ ശത്രുക്കൾക്കെതിരെ സമരം ചെയ്യുന്നത്. റവാഹു അബൂ ദാവൂദ വതിർമിദി വഖാല ഹദീസുൻ ഹസൻ. വഅൻ നബി മൂസാ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി തങ്ങളാ ഇദാ ഖാഫ ഖൗമൻ ഒരു സംഘത്തെ പേടിച്ചാൽ കാല പറയുന്നവരായ അല്ലാഹുമ്മ നജിഅലുക ഫീ നുഹൂരിഹിം നഊദു ബിക മിൻ ശുറൂരിഹിം അല്ലാഹുവേ നിന്നെ ഞങ്ങളാക്കുന്നു ഈ ശത്രുക്കളുടെ നെഞ്ചുകളിൽ ആക്കുന്നു, വനഊദു ബിക മിൻ ശുറൂരിഹിം സിറത്തൊട്ട് ഞാൻ നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയും ചെയ്യുന്നു. റവാഹു അബൂ ദാവൂദ് ഇസ്നാദുൻ സഹീഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഖൈൽ കുതിരയാവുന്നത് മഅഖൂദും ഫീ നാസിയതിഹാ അതിൻ്റെ മൂർധാവിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൽ ഖൈർ നന്മ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ. മുത്തഫഖുൻ അലൈഹി. ഏത് കാലത്തും കുതിര അതൊരു സംഭവമാണ്. وعن عروة البارقي رضي الله عنه أن النبي صلى الله عليه وسلم قال الخير معقود بنواصيها الخير إلى يوم القيامة അന്ത്യനാൾ വരെ നന്മ മുഴുവനും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കുതിരയുടെ മൂർധാവിലാണ്. അൽ അജ്റു വൽ മഗ്നമു കൂലിയും വനീമത്ത് സ്വത്തും, ആഖിറത്തിലെ കൂലിയും ദുനിയാവിലെ വനീമത്തും. മുത്തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه
അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഹ്തബസ ഫറസൻ, ഒരു കുതിരനെ ആരെങ്കിലും തടഞ്ഞു വെച്ചു, ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, ഈമാനം ബില്ലാഹി തസ്ദീഖൻ ബിവഅദിഹി, അല്ലാഹു ചെയ്ത വാഗ്ദാനത്തെ തസ്ദീഖ് ചെയ്തുകൊണ്ടും അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ടും ആരെങ്കിലും ഒരു കുതിരയെ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ തടഞ്ഞു വെച്ചാൽ, യുദ്ധത്തിന് വേണ്ടി ഒരുക്കി വെച്ചാൽ, ഫഇന്ന ശഅബഹു വരിയഹു വറൗസഹു വബൗലഹു വമീസാനിഹി യൗമൽ ഖിയാമ, അത് വയറ് നിറയെ തിന്നുന്നതും അത് വയറ് നിറയെ കുടിക്കുന്നതും പുറത്തേക്ക് കാഷ്ടിക്കുന്നതും അത് മൂത്രിക്കുന്നതും മുഴുവനും അന്ത്യനാളിൽ മീസാൻ എന്ന തുലാസിൽ ഇവന് തൂക്കം കിട്ടുന്നതാണ്. റവാഹുൽ ബുഖാരി. وعن ابن مسعود رضي الله عنه أنه قال جاء رجل النبي صلى الله عليه وسلم بناقة مخطومة, മൂക്കയര് പിടിക്കപ്പെട്ടതായിരിക്കുന്നവര് ഒട്ടകത്തെയും കൊണ്ട് പെണ്ണൊട്ടകത്തെയും കൊണ്ട് മുത്തനബി ഹദറത്തേക്ക് ഒരാൾ വന്നോ. ഫഖാല ഹാദിഹി ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ തിരുദൂതരെ, അള്ളാഹിന്റെ മാർഗത്തിൽ ഇതായി ഈ ഒട്ടകത്തെ ഞാനിത് ഒഴിഞ്ഞു വെച്ചേക്കാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക ബിഹാ യൗമൽ ഖിയാമ, ഇതിന്റെ പകരം അന്ത്യനാളിലടോ നിനക്കുണ്ടടാ. സബിയമേത്തിനാക്കത്തിൻ, 700 ഒട്ടകമുണ്ടടാ. കുല്ലുഹാ മഖ്തൂമത്തുൻ, മുഴുവനും മൂക്കയരിടപ്പെട്ടതാണ്. റവാഹു മുസ്ലിം. വൻ അബി ഹമ്മാദിൻ വൈഖാലു അബു സുആദ് വൈഖാലു അബു അസദ് വൈഖാലു അബു ആമിർ വൈഖാലു അബു അംറിൻ, ഏതാണ്ട് യോമൻ വൈഖാലു അബുൽ അസ്വദി വൈഖാലു അബു അബ്സിൻ. ഏതായാലും ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞത്തലം എന്താന്നുള്ള കാര്യത്തിൽ 5-6 അഭിപ്രായമുണ്ട്. അബു അസദാണോ, അബു ആമിറാണോ, അബു അമ്രാണോ, അബുൽ അസ്വദാണോ, അബു ഹമ്മാദാണോ, അബു സുആദാണോ, അബു അബ്സാണോ, ഏതായാലും ഇരിക്കട്ടെ. റിപ്പോർട്ടാൽ ജുഹനി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഞാൻ കേട്ടു, വഹുവ അലൽ മിംബരി, മുത്തനബി മിംബറിന്റെ മേലിലായിരിക്കെ, യഖൂലു പറയുന്നത് കേട്ടു, വഅദ്ദൂ ലഹും, ശത്രുക്കളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങി നിന്നോളി, മസ്തതാഅത്തും, കഴിവിന്റെ പരമാവധി, മിൻ ഖുവ്വത്തിൻ, ബലത്, ശക്തിയാൽ, അലാ ഇന്നൽ ഖുവ്വത റംയു, ഒരു മനുഷ്യന്റെ ശക്തി എന്നത് അമ്പെയ്യാനുള്ള കഴിവ് തന്നെയാണ്. അമ്പെയ്ത്ത് നല്ല കറക്റ്റായിട്ട് അമ്പെയ്യാൻ കഴിയുക. അലാ ഇന്നൽ ഖുവ്വത റംയു, അലാ ഇന്നൽ ഖുവ്വത റംയു, അമ്പെയ്ത്ത്, അമ്പെയ്ത്ത്, അമ്പെയ്യാൻ പഠിക്കുക. പിന്നെ റവാഹു മുസ്ലിം. വഅൻ വന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു സതുഫ്തഹു അലൈക്കും മറലൂനാ വയക്ഫീകുമുല്ലാഹ് ഫലാ യഅ്ജിസു അഹദുക്കും അൻ യൽഹുവ ബി അസ്ഹുമിഹി, പല രാഷ്ട്രങ്ങളും നിങ്ങളുടെ മേൽ വിജയിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇസ്ലാമിന്റെ കീഴിൽ പല രാഷ്ട്രങ്ങളും വരും. വയക്ഫീകുമുല്ലാഹ്, നിങ്ങൾക്ക് ശത്രുക്കളുടെ ശർറ് അല്ലാഹു തീർത്തു തരുന്നൊരു കാലം വരും. ഫലാ യഅ്ജിസു അഹദുക്കും, നിങ്ങൾ ഒരാളും അശക്തരാകരുതേ, അൻ യൽഹുവ ബി അസ്ഹുമിഹി, തൻ്റെ അമ്പുകളെ കൊണ്ട് എറിയാൻ നിങ്ങൾ അശക്തരാകരുത്. റവാഹു മുസ്ലിം. അറിയണം എന്നർത്ഥം. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഉല്ലിമ റംയ, ആരെങ്കിലും അമ്പയ്യാനുള്ള ഇൽമു നൽകപ്പെട്ടാൽ, സുമ്മ തറക്കഹു, അത് ഒഴിവാക്കുകയും ചെയ്താൽ, ഫലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. അലി റസൂൽ അങ്ങനെ പറഞ്ഞത്. ഔ ഫഖദ് അസാ, അവൻ ദോഷം ചെയ്തവനാൻ. റവാഹു മുസ്ലിം. വഅൻഹു റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുദ്ഖിലു ബിസ്സമിൽ വാഹിദി സലാസത നഫരിൻ അൽ ജന്ന, ഒരൊറ്റ അമ്പ് കാരണമായിട്ട് 3 ആളടങ്ങുന്ന സംഘത്തിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കയറ്റും. സായഹു, ഒന്ന് അമ്പ് നിർമ്മിച്ചവൻ, യഹ്തസിബു ഫി സന്നതിഹിൽ ഖൈറ, അമ്പ് നിർമ്മിച്ചപ്പോൾ അവൻ്റെ മനസ്സിലെ നിയ്യത്ത് ഖൈറാണ്. വറാമി ബി, അതുകൊണ്ട് അമ്പ് എയ്യുന്നവൻ, ഫമുംബിലഹു, അതിന് ഇത് വെച്ചു കൊടുത്തവൻ, അതിൻ്റെ മോന വെച്ചു കൊടുത്തവൻ. വർമോ, നിങ്ങൾ അമ്പെയ്തോളി, വർക്കബൂ, നിങ്ങൾ വാഹനം കയറിക്കോളി, വന്തറാമോ, നിങ്ങൾ അമ്പയ്യാന്ന് പറഞ്ഞത് അഹബ്ബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹിലേക്ക് അഹബ്ബാണ്, മിന്നന്തർക്കബൂ, നിങ്ങൾ വാഹനം കയറുന്നതിനേക്കാൾ. ഒമന്തറക്കറമ്യബായതമാവുല്ലിമഹോ, അമ്പയ്യാനുള്ള വിജ്ഞാനം നൽകപ്പെട്ടിട്ട് ഒരാൾ ഒഴിവാക്കിയാൽ, റഹബത്തൻ അൻഹു, അതിനെ വിട്ടാഗ്രഹിച്ചിട്ട് മറ്റൊന്നിക്ക് ഒരാൾ നീങ്ങിയാൽ, ഫൈന്നഹാ നേമത്തും തറക്കഹ, അവൻ ഉപേക്ഷിച്ചൊരു അനുഗ്രഹമാണത്. ഒരിക്കൽ അനുഗ്രഹം കിട്ടിയിട്ട് ഒഴിവാക്കിയതാണ് അവൻ ചെയ്തത്. ഔ കാല കഫ കഫറഹ, ആ നിയമത്തിന് അവൻ നന്ദികേട് ചെയ്തു, അങ്ങനത്തെ നിയമത്താണത്. റവാഹു അബൂ ദാവൂദ്.
وعن سلمة بن الأكوع رضي الله عنه أنه قال مر النبي صلى الله عليه وسلم على نفر يستظلون فقال ارموا على بني ഇസ്മായിൽ فإن أباكم كان راميا. ഒരു സംഘം ആൾക്കാർക്ക് എന്താ പണി അറിയാം, ഓനിങ്ങനെ അമ്പ ചെയ്ത് പഠിക്കുകയാണ്. ഇങ്ങനെ ശരി കറക്റ്റിന് ഇങ്ങനെ കുറി വെച്ച് കണ്ട നമുക്ക് ഇങ്ങനെ കറക്റ്റിന് ഇങ്ങനെ അമ്പ ചെയ്ത് പഠിക്കുകയാണ്. ഫക്കാല റുമോ ബനി ഇസ്മായിലിൻ്റെ മക്കളെ അമ്പ ചെയ്ത് പഠിച്ചോളെടാ. ഫൈൻ അബാക്കും നിങ്ങളുടെ പിതാവാവുന്ന ഇസ്മായിൽ കാന റാമിയ നല്ല അമ്പെയ്ത്ത് അറിയുന്ന ആളായിരുന്നു. റവാഹുൽ ബുഖാരി. وعن عمرو بن عباس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول റസൂൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മൻ റമാ ബിസബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും അമ്പെയ്താൽ ഫഹുവ ലഹു ഇദ്ലും മുഹററാ അവനത് വല്ലാത്ത അത് മോചിപ്പിക്കപ്പെട്ട അടിമയോട് സമാനമാണ്. റവാഹു അബൂ ദാവൂദ വതിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ യഹ്യാ ഖുറൈം ബിൻ ഫാത്തിഖ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ അൻഫഖ നഫഖത്തൻ ആരെങ്കിലും ഒരു ചെലവഴിച്ചാൽ ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി കുതിബ ലഹു അവൻ എഴുതപ്പെട്ടു 700 ളഅഫിൻ 700 ഇരട്ടി അവൻ എഴുതപ്പെട്ടു. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. وعن أبي سعيد رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما من عبد يصوم صوما في سبيل الله അള്ളാൻ്റെ സബീലിലായിട്ട് ഒരു ദിവസം നോമ്പ് നോൽക്കുന്ന ഒരാളും തന്നെ അടിമയും തന്നെ ഇല്ല. ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം ആരൊറ്റ പകലിൻ്റെ പകരം അള്ളാഹു അവനെ ദൂരത്താക്കിയിട്ടല്ലാതെ വജ്ഹഹു അവൻ്റെ ശരീരത്തിന് അനിന്നാരി നരകത്തിനെ തൊട്ട് 70 ഖരീഫ 70 കൊല്ലത്തെ വൈദൂരം. മുത്തഫഖുൻ അലൈഹി. വഅൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്തകൻ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു വലിയ കിടങ്ങിനെ അള്ളാഹു സ്ഥാപിക്കുന്നതാണ്. എത്രയാണ് ആ കിടങ്ങിൻ്റെ വീതി എന്നറിയോ? കമാ ബൈനസ്സമാഇ വൽ അർള് ആകാശഭൂമികൾക്കിടയിലുള്ള വൈദൂരം പോലുള്ളതായ ഒരു കിടങ്ങിനെ അള്ളാഹു സ്ഥാപിക്കുന്നതാണ്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من مات ولم يغزو ജീവിതത്തിൽ ഒരിട്ടം പോലും യുദ്ധം ചെയ്യാതോ ഒരാൾ മരിച്ചു പോയാൽ വലം യഹദ്ദിസ് നഫ്സഹു ബിഗസ്വിൻ ഞാൻ യുദ്ധത്തിന് പോയി നോക്കിയെങ്കിലോ എന്നോ എൻ്റെ ഉള്ളു മന്ത്രിച്ചിട്ട് പോലുമില്ല, അങ്ങനെ മരിച്ചാൽ മാതാല ശുഅബത്തിൻ മിൻ നിഫാഖ് കാപട്യത്തിൽ നിന്നുള്ള ഒരു ഇനത്തിൻ്റെ മേലിലാണ് അവൻ മരിച്ചു പോകുന്നത്, ഒരു ശാഖയുടെ മേലിലാണ് അവൻ മരിച്ചു പോകുന്നത്. റവാഹു മുസ്ലിം. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസാത്തിൻ ഞങ്ങൾ തങ്ങളുടെ കൂടെയായിരുന്നു ഒരു യുദ്ധവേളയിൽ. ഫഖാല തങ്ങൾ പറഞ്ഞു ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ മദീനയിൽ ചില മനുഷ്യന്മാരുണ്ട്, ചില ആൺകുട്ടികൾ മാസിർത്തും മസീറൻ വലാ ഖതാഅത്തും വാദിയൻ നിങ്ങൾ വഴിയിൽ നടക്കുകയോ നിങ്ങൾ താഴ്വര മുറിച്ചു കടക്കുകയോ ചെയ്യുന്നില്ല. ഇല്ലാ കാനൂ മഅക്കും ആ സഹാബാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ ഹബസഹുമുൽ മർദു രോഗമാണ് അവരെ തടഞ്ഞു വെച്ചത്. റിപ്പോർട്ടിലുള്ളത് ഹബസഹുമുൽ എതിറു കാരണമാണ് അവരെ തടഞ്ഞു വെച്ചത്. മറ്റു റിപ്പോർട്ടിലുള്ളത് ഇല്ലാ ശറക്കൂക്കും ഫിൽ അജ്രി കൂലിയിൽ അവർ നിങ്ങളോട് പങ്കാളികളായിട്ടല്ലാതെ ഇല്ല. അൽ ബുഖാരി റവാഹുൽ ബുഖാരി വഫി റിവായത്തി അനസ് റവാഹു മുസ്ലിം മിൻ റിവായത്തി ജാബിർ വൽ ലഫ്ളു ലഹു. ഈ റിവായത്തിലൂടെ ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, എന്നാൽ ഇതേ ഹദീസ് ജാബിർ അള്ളാഹിൻ്റെ വഴിയിലൂടെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഫ്ള് ആയതാണ് മുസ്ലിമിൻ്റെതാണ്, മഅനയിൽ മാത്രമേ മാറ്റമുള്ളൂ. وعن أبي موسى رضي الله عنه أن أعرابيا أتى النبي صلى الله عليه وسلم ഉത്തരബിൻ്റെ അടുത്ത് ഒരു അറാബി വന്നു. ഫഖാല എന്നിട്ട് അറാബി പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ അർറസുലു യുഖാത്തിലു ലിൽ മഗ്നമി ഒരാൾ യുദ്ധത്തിന് പോയി എന്തിന് ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വേണ്ടി. വറജുലു മറ്റൊരു മനുഷ്യൻ യുഖാത്തിലു യുദ്കറ ഓനെപ്പറ്റി ലോകത്ത് പേര് പറയപ്പെടാൻ വേണ്ടി യുദ്ധത്തിന് പോയി. വറജുലു മറ്റൊരാൾ യുഖാത്തിലു ലിയുറാ മക്കാനുഹു ലിയുറാനെ
ഒരാൾ അവൻ്റെ സ്ഥാനം കാണപ്പെടാൻ വേണ്ടിയിട്ട്. ഒഫിരി റിപ്പോർട്ടിലുള്ളത് യുക്കാത്തുൽ ഷജാഅത്തൻ ധീരത ഒളിവാക്കാൻ വേണ്ടി എന്നാണ്. വൈക്കാത്തുൽ ഹമിയത്തൻ പക്ഷപാതം ഒളിവാക്കാൻ തൻ്റെ പക്ഷം വിജയിക്കാൻ വേണ്ടി കണ്ട് എന്നാണ് യുദ്ധം ചെയ്യുന്നവെന്നാണ്. ഒഫിരി റിപ്പോർട്ടിലുള്ളത് യുക്കാത്തുൽ ഒലബൻ ദേഷ്യം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്തവെന്നാണ്. എന്നിട്ട് അസാബി ചോദിക്കുന്നു, ഫമൻ ഫീ സബീലില്ലാ, ഇതിൽ ആരാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവൻ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും പേരെടുത്ത് ഞാൻ പറയണില്ല, മൻ കാത്തല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹിൻ്റെ കലിമത്താഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മേലെയാവണം എന്ന നിയ്യത്തിൽ ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹി, അവൻ അള്ളാഹിൻ്റെ മാർഗത്തിലെ യോദ്ധാവാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ഗാസിയത്തിൻ ഔ സരിയത്തിൻ തഗ്ദു വതഗ്നമു വതസ്ലമു ഇല്ലാ കാനൂ ഖദ് തഅജ്ജലു സുലുസൈ ഉജൂരിഹിം വമിൻ ഗാസിയത്തിൻ ഔ സരിയത്തിൻ തുഖ്ഫിഖു വതുസാബു ഇല്ലാ തമ്മ ഉജൂറുഹും ഖാല റസൂലുള്ളാഹി. ഒരു യുദ്ധം ചെയ്യുന്ന സംഘം തന്നെ ഇല്ല. അല്ലെ ശരീയത്ത് എന്നാണ് യുദ്ധത്തിന് പുറപ്പെട്ട 12,000 താഴെയുള്ള സംഘത്തിന് ആ ശരീയത്ത് അറിയാം. ഒരു സംഘമില്ല. തഗ്ദു ഒരു യുദ്ധത്തിന് പോകും, ഇപ്പം തഗ്നമു എന്നിട്ട് അവരെ ഗനീമത്ത് വാരിപ്പോരും, തസ്ലമു മേത്ത് മുറിയാകാതെ ആരും ജീവൻ പോകാതെ രക്ഷപ്പെട്ട് തിരിച്ചു പോരും. അങ്ങനത്തെ ഒരു സംഘം തന്നെ ഇല്ല. ഇല്ലാ കാനൂ അവരായിട്ടല്ലാതെ കത്തഅജ്ജലു സുലുസൈ ഉജൂരിഹിം ആഖിറത്തിൽ കിട്ടേണ്ട കൂലിയിൽ നിന്ന് 2 ഭാഗവും ദുന്യാവും തന്നെ വാങ്ങിപ്പോന്നവര്. വമാമൻ ഗാസിയത്തിൻ ഔ സരിയത്തിൻ തുഖ്ഫിഖു വതുസാബു ഇല്ലാ തമ്മ ഉജൂറുഹും, ഒരു സൈന്യം തന്നെ ഇല്ല. തുഖ്ഫിഖു ഒരു ഗനീമത്ത് സ്വത്വന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ തുസാബൂന്ന മേത്ത് ഒരുപാട് മുസീബത്ത് വന്നിട്ടുണ്ട്, കൈ പോയിട്ടുണ്ട്, കാല് പോയിട്ടുണ്ട്, പലയാതി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്, ചിലർ ജീവനും പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഘവും തന്നെ ഇല്ല. ഇല്ലാത്ത മൗജൂറുഹും അവരുടെ കൂലി ഫുള്ളായി ലഭിച്ചിട്ടല്ലാതെ. 2 സംഘം, സംഘം പോയിട്ട് ആർക്കൊന്നും പറ്റിയില്ല, അടിപൊളിയായിട്ട് യുദ്ധം ചെയ്തേണ്ട വനിമത്വത്വം വാങ്ങി ഇങ്ങോട്ട് പോകുന്നു. ആരും ജീവൻ പോയിട്ടില്ല, ആർക്കും അപകടം പറ്റിയിട്ടില്ല. എന്നാൽ ഓർക്ക് കിട്ടേണ്ട കൂലിൻ്റെ 2 ഭാഗം പോലും ദുന്യാവും തന്നെ വാങ്ങി, ഇനി 1/3 ആഖിറത്ത് കിട്ടാനുള്ളൂ. അതേ സ്ഥലത്തിൽ പോയിട്ട് നല്ലോ മേത്തെടുത്തായി കാണ്ട് കഷ്ടപ്പെട്ട് പോന്നിക്കുകയാണെങ്കിൽ ഓർക്ക് ഫുള്ള് അവിടെ തന്നെ കിട്ടി, ദുന്യാവും തന്നെ അല്ല ആഖിറത്തേക്ക് അല്ല ഫുള്ള് നീക്കിച്ചോരായി. റവാഹു മുസ്ലിം. وعن أبي أمامة رضي الله عنه أن رجلا قال يا رسول الله إذن لي في سياحة നബിയെ, എനിക്ക് നാടിട്ട് പോകാൻ ഒരു അനുവാദം തരണോ? എനിക്ക് നാട്ടുകൂടെ ലോകം ഫുള്ള് ചുറ്റി നടക്കണം, ലോകം ചുറ്റി സഞ്ചരിച്ച് കാണണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സിയാഹത്ത ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ സിയാഹത്ത് എന്ന് പറഞ്ഞാൽ ഊര് ചുറ്റി നടക്കലല്ല, അൽ ജിഹാദ് ഫീ സബീലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ലാന്റെ യുദ്ധത്തിന് വേണ്ടി പോകലാണ്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ ജയ്യിദിൻ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖഫലത്തുൻ കഗസ്ബത്തിൻ, ഖഫലത്തുൻ യുദ്ധത്തിൽ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കുള്ള പോരൽ അതുപോലെ തന്നെയാണ്. കൗതുകത്തിൻ്റെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും പോലെ തന്നെയാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴേ ആ പോരുന്ന 2-1 ഉണ്ടാവില്ല, ഒരു മാസം നാട്ടിൽ തിരിച്ചു പോരും. ആ പോരുന്ന സമയം ഏതുപോലെ തന്നെയാണ്. യുദ്ധത്തിൻ്റെ വേളയിൽ പങ്കെടുക്കുന്ന അതേ ഇത് കൂലി തന്നെയാണ് ഇസ്നാദ് ജയ്യിദിൻ. കഫലത്ത് തന്നെ റുജോ തിരിച്ചു പോരാന്നർത്ഥം. വൽ മുറാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റുജോബിൽ വസുബി ബഅദ വറാവിഹി, യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരാന്നർത്ഥം. മഅനാഹു അന്നഹു യുസാബു ഫീ റുജൂഇഹി, നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോഴും അവന് കൂലി നൽകപ്പെടുന്നുണ്ട്. ബഅദ ഫറാവിഹി, യുദ്ധം കഴിഞ്ഞിട്ട് അവൻ മിനൽ ഗസ്വി യുദ്ധത്തിൽ തിരിച്ചു പോരുമ്പോൾ അവന് കൂലി കിട്ടുന്നുണ്ട് എന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം. വാനി സാഹിബ് യസീദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലമ്മാ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതി തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മുത്തനബി തിരിച്ചു മുന്നിട്ട് വന്നപ്പോൾ തലക്കാഹുന്നാസു, സഹാബാക്കൾ മുത്തനബിനെ കണ്ടുമുട്ടി. മുത്തനബിനെ ഞാനും ആ കൂട്ടത്തിൽ കണ്ടുമുട്ടി. സാഹിബ് റളിയല്ലാഹു അൻഹു പറയാൻ, മസ്ബിയാനി കുട്ടികളോട് കൂടെ ഞാനും കണ്ടുമുട്ടി. സനിയത്തുൽ വദായിൽ വെച്ച് കണ്ടുമുട്ടി. മദീനന്റെ ചാരത്തുള്ള സ്ഥലമാണത്. മിൻ സനിയത്തുൽ വദാഇ കേട്ടില്ലേ?
റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ് ബിഹാദൽ ലഫ്ളി വറവാഹുൽ ബുഖാരി വഖാല ദഹബിന ഞങ്ങളും പോയി നതലക്ക റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ എന്ന് കണ്ടുമുട്ടാൻ മസ്ബിയാനി കുറച്ച് കുട്ടികളോട് കൂടെ ഇലാ സനിയത്തുൽ വദാഇ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി മുത്തനബി എന്ന് കാണാൻ. وعن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال من لم يغزو أو يجهز غازيا ഒരാൾ യുദ്ധം ജീവിതത്തിൽ പോയിട്ടില്ല, യുദ്ധത്തിന് പോകാൻ തയ്യാറുള്ളവനിക്ക് ഒരുക്ക് സാമഗ്രി കൊടുത്തിട്ടില്ല, ഔ യഖ്ലുഫു ഗാസിയൻ ഫി അഹ്ലിഹി ബിഖൈരിൻ യുദ്ധത്തിന് പോയ യോദ്ധാവിനിക്ക് തൻ്റെ കുടുംബത്തിൽ ഖൈർ കൊണ്ട് പ്രതിനിധിയുമായിട്ടില്ല എന്ന അസാബഹുല്ലാഹു ബിഖാരിയത്തിൻ ഖബ്ല യൗമിൽ ഖിയാമ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു മുസീബത്ത് കൊണ്ട് അവൻ മുസീബത്തിലാക്കും അന്ത്യനാളിൻ്റെ മുമ്പായിട്ട്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ്. അങ്ങനെയാണ് ഒരു യുദ്ധത്തിന് പോകണം, അല്ലെങ്കിൽ പോകാൻ സാമഗ്രി കൊടുക്കണം, അതുമില്ലെങ്കിൽ വരെ പോയ ഒരു ചങ്ങായിക്കോ അവൻ്റെ പരിയിൽ ഭാര്യക്ക് സന്താനങ്ങൾക്കും പച്ചളക്കും തക്കാളിയും വാങ്ങി കൊടുക്കാൻ ആളായിട്ട് നിന്നിർക്കെങ്കിലും വേണം, എന്തെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണം. മുശ്രിക്കീങ്ങൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യണേ, അംവാലിക്കും അംഫുസിക്കും വാലിസിനത്തിക്കും നാവുകളെ കൊണ്ടും പിന്നെ മാലുകളെ കൊണ്ടും നിങ്ങളുടെ നഫ്സുകളെ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യണം. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ്. വഅൻ അബീ അംറിൻ റളിയല്ലാഹു അൻഹു ഖാല അബൂ ഹക്കീം. ഏതായാലും ആളെ അബു അംറാണോ അബു ഹക്കീമാണോ കുഞ്ഞത്തലമെന്നുള്ള കാര്യത്തിൽ ഖിലാഫുണ്ട്. ഏതായാലും നുഅ്മാൻ ഇബ്നു മുഖർറൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഷഹിദ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിനോട് ഞാൻ ഹാജരായി. ഇദാ ലം യുഖാതിൽ മിൻ അവ്വലിൻ നഹാരി അഖറൽ ഖിതാല റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഹാജരായിട്ടുണ്ട്. അവ്വലിൻ നഹാറിൽ യുദ്ധം ചെയ്യത്തില്ലെങ്കിൽ അഖറൽ ഖിതാല യുദ്ധത്തിനെ തങ്ങൾ പിന്തിക്കും. ഹത്താ തസൂല ശംസു സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വതഹുബ്ബർ റിയാഹു കാറ്റടിച്ച് വീശുന്നത് വരെയും, വയൻസിലൻ നസ്റു അല്ലാഹ് നസ്ർ ഇറങ്ങുന്നത് വരെയും. പകലിലാണ് യുദ്ധം ചെയ്യണത് നോക്കും. പകലിൽ നന്ന രാവിലെ യുദ്ധം ഇല്ലെങ്കിൽ പിന്നെ മുത്തനബി എന്ത് ചെയ്യുന്നറിയോ, ഒന്നുകിൽ സൂര്യൻ അസ്തമിക്കണം, അല്ലെങ്കിൽ കാറ്റടിച്ച് വീശണം, അല്ലെങ്കിൽ അള്ളാഹ് നസ്ർ വരണം. അവരെ യുദ്ധത്തിന് ചെയ്യാറുണ്ടായിരുന്നില്ല. റവാഹു ദാവൂദ് തിർമിദി വഖാല ഹദീസൻ ഹസൻ സഹീഹ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തതമന്നൗ ലിഖാൽ അദുവി ശത്രുവിനെ കണ്ടുമുട്ടിയെങ്കിൽ നിങ്ങൾ പൂതി വെക്കല്ലേ, വസ്അലുല്ലാഹ അൽആഫിയ അല്ലാഹു ആഫിയത്ത് നിങ്ങൾ ചോദിക്കണേ. ഫൈദാ ലഖീതുമൂഹും ശത്രുക്കളെ കണ്ടുമുട്ടിയാലോ ഫസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണേ. മുത്തഫഖുൻ അലൈഹി. വഅൻഹു വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറയാണ് ഹർബു ഖദ്അത്ത് ജായിസായ ഒരു പരിപാടി ഉണ്ടെങ്കിൽ യുദ്ധം മാത്രമാണ്. യുദ്ധം തന്നാൽ ഒരു ചതിപ്രയോഗം നടത്താൻ പറ്റുന്ന പരിപാടിയാണ്. യുദ്ധം പറ്റുമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ബയാനി ജമാഅത്തി മിനശ് ശുഹദായി ഫീ സവാബിൽ ആഖിറ. ആഖിറത്തിൽ സവാബുള്ള നോക്കുമ്പം ശുഹദായിൽപ്പെട്ട ഒരു സംഘം ആൾക്കാരുണ്ട്. ദുന്യാവിൽ ഓലെന്തല്ല ഷഹീദല്ല, പരലോകത്തെ കൂലി നോക്കുമ്പോൾ എന്താണ് ഷഹീദാണ്. അങ്ങനത്തെ കുറച്ചൊരു സംഘം ആൾക്കാരെ ഇരിക്കുകയാണ്. അപ്പോൾ യോസലൂന പോലെ സാധാ മനുഷ്യന്മാരെ പോലെ കുളിപ്പിക്കപ്പെടുക്കമാണോ വിസല്ലാരെയും കൊടുക്കമാണം. ഒരു സംഗതി ദുന്യവിയ കാര്യത്തിലൊക്കെ ആരെ പോലെ തന്നെയാണ്, നമ്മളെ പോലെ ഒരു ഇപ്പോൾ സാധാ മരിച്ച ആൾക്കാർ പോലെ തന്നെയാണ്. പക്ഷേ ആഖിറത്തിൽ മാത്രം ഇതിന് കൂലി ഉണ്ടാവും, ശുഹദായിൻ്റെ സ്ഥാനം ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. ഖിലാഫിൽ ഖത്തീൽ ഫി ഹർബിൽ കുഫാറിനോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മാറി വലന് കുളിപ്പിക്കാനും പാടില്ല, മൈസൂരിക്കുവാനും പാടില്ല. ആ ചോരോട് കൂടെ തന്നെ കൊണ്ടുപോയി മറിഞ്ഞണ്ടേ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശുഹദാഉ ഖംസാ. ശുഹദാഇന്റെ സ്ഥാനം ലഭിക്കുന്ന ഈ ഭാഗം 5 എണ്ണമാണ്. അൽ മത്ഊനു ഏത് പിടിച്ചോൻ, കുത്തുകലശം പിടിച്ചോൻ, തൽമത്തട്ട് എന്നൊക്കെ പണ്ടത്തെ കാലത്ത്. ഒരു മബത്തൂനു വയറ് സംബന്ധമായ സുഖമുള്ളവൻ, ഖരീഖു വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ, സാഹിബുൽ ഹദിമി ഇടിഞ്ഞു ചാടിയതിൻ്റെ താഴെ പെട്ടുപോയി മരിച്ചവൻ, ഷഹീദ് ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവൻ. ഇവരൊക്കെ എന്താണ് ആഖിറത്ത് ഷഹീദിൻ്റെ കൂലിയുള്ളവരാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഉദ്ദൂന ശുഹദാ ഫീകും. നിങ്ങളെ കൂട്ടത്തിലെ ശുഹദാ ആരായിട്ടാണ് നിങ്ങൾ എണ്ണോ ചോദിച്ചു.
കാലു സഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാഹ് മൻ ഖുത്തില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിൽ കൊല്ലപ്പെട്ടവൻ ഫഹുവ ഷഹീദ്, ഒരു ഷഹീദാണ്. ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. കാരണം ഖാല തങ്ങൾ പറഞ്ഞു എന്നെ ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, അങ്ങനെയാണെങ്കിൽ ഉമ്മത്തിൽപ്പെട്ട ശുഹദാ ഖലീലായി പോകൂലേ. കാലു ഫമൻ യാ റസൂലല്ലാഹ്, പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞൊരു ആരാണ് അള്ളാഹിന്റെ റസൂലെ ശുഹദാവ്? ഖാല മൻ ഖുത്തില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, നിങ്ങൾ പറഞ്ഞ മാതിരി അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മരിച്ച ഒരു ഷഹീദ് തന്നെയാണ്. അതിൻ്റെ പുറമെ വമൻ ഖാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, സബീലുല്ലാഹിൽ മരിച്ചു, കൊല്ലപ്പെട്ടതല്ല മരിച്ചിക്കാണ്, ഓനും ഷഹീദാണ്. വമൻ മാത ഫി ത്വാഊനി, ആരെങ്കിലും ത്വാഊനിൽ മരിച്ചു പോയാൽ, അഥവാ പകർച്ചവ്യാധി പിടിച്ചുകാണ്ടേ മരിച്ചു പോയാൽ ഫഹുവ ഷഹീദ്, ഓനും ഷഹീദാണ്. വമൻ ബാത ഫിൽ ബത്നി, വയർ സംബന്ധമായ അസുഖത്തിൽ മരിച്ചവൻ ഫഹുവ ഷഹീദ്, ഓനും ഷഹീദാണ്. വൽ ഖരീഖു ഷഹീദ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചവനും ഷഹീദാൻ. റവാഹു മുസ്ലിം. കേട്ടില്ലേ? وعن عبد الله بن عمرو العاص رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم من قتل دون ماله, തൻ്റെ സമ്പത്തിൻ്റെ കീഴിൽ കൊല്ലപ്പെട്ടവൻ. പെണ്ണ് മുതലാൾ പിടിക്കാൻ വേണ്ടി വന്നു, അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലുപിടുത്തം കൂടി, അവസാനം പോകാൻ ജീവൻ കളേണ്ടി വന്നു അവൻ്റെ മുതൽ രക്ഷിക്കാൻ. എന്നാൽ ഫഹുവ ഷഹീദ്, രാത്രി എണീച്ചുകാണ്ടേ കുറച്ച കേട്ട് എണീച്ചു നോക്കുമ്പോൾ കള്ളാവത്തായിരിക്കണം. അപ്പം എന്തോ മോഷ്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പിടുത്തം പോയി. അപ്പോൾ കത്തിയോണ്ട് കുത്ത്, ആര്? കള്ളൻ. ഷഹീദാണ്. മുത്തഫഖുൻ അലൈഹി. وعن أبي الأعوري سعيد بن زيد بن عمرو بن نفيل أحد العشرة المشهود لهم بالجنة, സ്വർഗം കൊണ്ട് പുലവറിയിക്കപ്പെട്ട 10 ആളുകളിൽ പെട്ടതായ സഈദ് റളിയല്ലാഹു അൻഹു തൊട്ട് പോരട്ടെ. അന്നഹു ഖാല, സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, തൻ്റെ സമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയേണ്ടി വന്നവൻ ഷഹീദാണ്. അവൻ ഖുതില ദൂന ദമിഹി, സ്വന്തം രക്തം കാക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവനുണ്ടല്ലോ അവനും ഷഹീദാൻ. വമൻ ഖുതില ദൂന ദീനിഹി, തൻ്റെ ദീനിനെ രക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവനും ഷഹീദാൻ. വമൻ ഖുതില ദൂന അഹ്ലിഹി, സ്വന്തം ഭാര്യ സന്താനങ്ങൾ രക്ഷിക്കാൻ വേണ്ടി കാണ്ട് അവൻ ജീവാർപ്പണം നടത്തേണ്ടി വന്നവനും ഫഹുവ ഷഹീദ്. ശരി, ഓൻ്റെ സ്വന്തം ഭാര്യനെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നത് കണ്ടു. അപ്പോൾ എന്ത് ചെയ്ത് ഓനങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളിപ്പിടുത്തം കിട്ടു, അതിൽ ജീവൻ പോയി, ഇന്നവരും തന്നെയാണ് ഷഹീദാണ്. رواه داود والترمذي وقال حديث حسن صحيح. وعن أبي هريرة رضي الله عنه أنه قال جاء رجل إلى رسول الله صلى الله عليه وسلم, തിരുവനന്തപുരത്തേക്ക് ഒരാൾ വന്നു. വകാല യാ റസൂലല്ലാഹ് റഅയ്ത, തങ്ങളെന്ന് പറഞ്ഞാട്ടെ, ഇൻ ജാ റജുൽ യുരീദു അഖ്ദമാലി, ഒരു ചങ്ങായി എൻ്റെ മുതൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ, കാല തങ്ങൾ പറഞ്ഞു, ഫലാ തുതിഉഹു തുഅതിഹി മാലക, മുതൽ കൊടുക്കണ്ടായിരുന്നു. ഒരു ചങ്ങായി അന്തിക്ക് വന്ന് കാണ്ട് അല്ലെങ്കിൽ എപ്പോഴോ വന്ന് കാണ്ട് ചുളിവിലിട്ട് മുതൽ പിടിക്കാനുള്ള പരിപാടിയാണ്. മുതൽ കൊടുക്കാൻ നിൽക്കണ്ട. കാല അറഅയ്ത കാത്തലനി, ഓൻ എനിക്കെതിരെ യുദ്ധത്തിന് തിരിഞ്ഞാലോ? കാല കാത്തിൽഹു, ഓർക്കെതിരെ ഇയ്യോ യുദ്ധത്തിന് തിരിഞ്ഞോ? കാല അറഅയ്ത കത്തലത്തിന് എന്നെ കൊന്നാലോ? കാല ഫാന്ത ഷഹീദ്, നീ ഷഹീദാണ്. കാല അറഅയ്ത കത്തലത്തു, ഞാൻ അവനെ കൊന്നാലോ? കാല ഹുവ ഫിന്നാർ, നരകത്തിലാണ്. റവാഹു മുസ്ലിം. ഏതാ മറുപടി? ബാബു ഫദ്ലിൽ ഇത്ഖി, അടിമയെ മോചിപ്പിക്കുന്നതിന് മാത്രം പറയുന്ന ബാബ്. ഖാലല്ലാഹു തആല ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ, എങ്ങനെയാണ് കടമ്പ കടക്കൽ നിങ്ങൾക്കറിയൂലേ? നിങ്ങൾക്ക് കേൾക്കണോ? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗം. وعن أبي هريرة رضي الله عنه أنه قال لي رسول الله صلى الله عليه وسلم من أعتق رقبة مسلمة, മുസ്ലിമായ അടിമനാരെങ്കിലും മോചിപ്പിച്ചാൽ അഅതഖ അല്ലാഹു ബികുല്ലി ഉൽവി മിൻഹു, അവൻ്റെ ഓരോ അവയവത്തിന് പകരവും അല്ലാഹു മോചിപ്പിക്കും. ഉൽവ മിൻഹു, ഇവനിൽ നിന്ന് അവയവത്തിനെ മിനന്നാർ, നരകത്തെ തൊട്ട്, ഹത്താ ഫർജഹു ബിഫർജിഹി, ഇവൻ്റെ ഗുഹ്യം അവൻ്റെ ഗുഹ്യം കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഫ്ളലു, അമലിൽ അഫ്ളൽ ഏതാണ് നബിയേ? ഖാല അൽ ഈമാനു ബില്ലാഹ് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതാ ഏറ്റവും വലിയ അമല് പറഞ്ഞു. ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, അയ്യു റിഖാബി അഫ്ളലു,
മോചിപ്പിക്കാൻ ഏറ്റവും നല്ല അടിമേതാണ് നബിയെ? തങ്ങൾ പറഞ്ഞു അൻഫസുഹ ഇന്ദ അഹ്ലിഹ, അടിമൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അതിൻ്റെ അഹ്ലുകാരുടെ അടുക്കൽ. അടിപൊളി ഒരു അടിമ, നല്ല മല്ലൻ, നല്ല സുമുഖൻ, നല്ല കഴിവൻ, എല്ലാത്തിനും തൻ്റെ ഇടമുള്ള അടിപൊളി ഒരു അടിമ. വില പറഞ്ഞു നോക്കുമ്പോൾ ലക്ഷങ്ങളാണ് പറയണത്. എന്നാ അതർ വാങ്ങിയിട്ടിരിക്കില്ല. അതന്നെ വാക്ക് തറുഹാമന, വിലയാൽ അഹ്ലുകാർക്കൽ അധികരിച്ചതുമാണ്, അഹ്ലുകാർക്കൽ ഏറ്റവും ഏറ്റവും വൈദ്യമുള്ളതുമാണ്. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഫദ്ലിൽ ഇഹ്സാനി ഇലൽ മംലൂക്ക്, അടിമകളിലേക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കുന്നതിന് മഹത്വം പറയുന്ന ബാബു. അല്ലാഹു തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലകത് അയ്മാനുക്കും. ആർക്കൊക്കെ ഇഹ്സാൻ ചെയ്യണം? അവസാനം പറഞ്ഞു വമാ മലകത് അയ്മാനുക്കും, നിങ്ങൾ വലങ്കൈകൾ ഉടമയാക്കിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിമകളായ മനുഷ്യന്മാർക്കും നിങ്ങൾ ഇഹ്സാൻ ചെയ്യണേ. വനിൽ മഅറൂരി ബിൻ സുബൈദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റഅയ്തു അബാദത്തിൻ റളിയല്ലാഹു അൻഹു അലൈഹി ഹുല്ലത്തുൻ, അബൂദർ എന്നവരെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന് മേലൊരു വസ്ത്രമുണ്ട്. വലാ ഗുലാമിഹി മിസ്ലുഹാ, അതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ആരുട്ടത്? ഗുലാമു അടിമയിട്ടത്. മൂപ്പരിട്ട് അതേ ക്വാളിറ്റി ഉള്ള അടിപൊളി ഡ്രസ്സ് ആരുട്ടണു? അടിമയിട്ടണു. ഇപ്പം സാൽത്തുഹം സാലിക്ക. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇപ്പം എന്താ നിങ്ങളിട്ട് അതേമാതിരി ഡ്രസ്സും അടിമയിട്ടത് ചോദിച്ചു. അദ്ദേഹം അദ്ദേഹം റജുലിനെ ചീത്ത വിളിച്ചു മുത്തനബിൻ്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയ്യറോബി ഉമ്മിഹി, ഉമ്മാനെ പറഞ്ഞു കാണും മോശാക്കി. അങ്ങനെ ചീത്ത വിളിച്ചുമ്പോൾ എൻ്റെ വാപ്പാണ്ട് പോയിട്ട് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഉമ്മാനെ പറഞ്ഞു, എന്നാലും ഉമ്മാൻ്റെ മോനെ എന്നുള്ളൊരു ശീലി പറഞ്ഞുകാണ്ട് ഛർദ്ദിച്ചു. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, എടാ അബൂദർ, ഇന്ന കമ്രവും ഫീക ജാഹിലിയ, നീ ഒരു മനുഷ്യനാണ്, നിന്റെ പഴയ ജാഹിലിയ സ്വഭാവം വിട്ടുപോയിട്ടില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ശൈലി ഉണ്ടല്ലോ, നാവിലൂടെ വരുന്ന വർത്തമാനത്തിലും അതൊന്നും ഇപ്പോൾ വിട്ടുപോയിട്ടില്ല, പഴയ ഇപ്പോഴും ഉണ്ടല്ലേ എന്നർത്ഥം. യഹ്വാനുക്കും വഹവലുക്കും, ഈ അടിമകൾ എന്ന് പറഞ്ഞാൽ അവറ്റങ്ങൾ മൃഗങ്ങളല്ല, നിങ്ങളുടെ സഹോദരങ്ങളാണവർ. പിന്നെ നിങ്ങളുടെ സേവകന്മാരുമാണ്. ജഅലഹുമുല്ലാഹു തഹത അയ്ദീകും, നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ അല്ലാഹു അവനെ നിശ്ചയിച്ചതേ ഉള്ളൂ. ഫമൻ കാന അഖൂഹു തഹത യദിഹി, ഏതെങ്കിലും മനുഷ്യൻ തൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ യദിൻ്റെ കീഴിലായാൽ ഫല്യുത്ഇംഹു മിമ്മാ യകുൽ, താൻ കഴിക്കുന്ന അതേ ഭക്ഷണം തൻ്റെ അടിമക്കും ഭക്ഷിപ്പിക്കട്ടെ. വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്, താൻ ധരിക്കുന്നത് പോലെ തൻ്റെ അടിമക്കും ധരിപ്പിക്കട്ടെ. വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും, അവർക്ക് താങ്ങാൻ കഴിയാത്തത് അവർക്ക് നിങ്ങൾ നിർബന്ധിക്കല്ല. ഫൈൻ കല്ലഫ്തുമുഹും വഅയ്നൂഹും, ഓൽക്ക് എല്ലാം നിർബന്ധമായ വല്ല പണികൾ കൊടുക്കുകയാണെങ്കിലോ പോലപ്പം നിങ്ങളും സഹായത്തിന് കൂടി കൊടുക്കണം. മുത്തഫഖുൻ അലൈഹി. ഇടല്ലേ അങ്ങനെയാണ്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال إذا أتى أحدكم خادمه بطعامه, നിങ്ങൾ ഒരാളുടെ അടുക്കലേക്ക് തൻ്റെ സേവകൻ ഭക്ഷണവും കൊണ്ടുപോയിട്ട് വന്നാൽ ഫൈലം യുജ്ലിസു മഅഹു, അവനെ കൂടെ ഇരുത്തുന്നില്ലെങ്കിൽ ഫല്ലിനാവിൽ ഹുലുക്കുമത്തന്നെ ഉലുക്കുമത്തൈനി, ഒന്നോ രണ്ടോ ഭക്ഷണം അവൻ എടുത്തു കൊടുക്കുക തന്നെങ്കിലും ചെയ്യണം. ഔക്കുലത്തന്നെ ഊക്കുലത്തൈൻ, ഒന്നോ രണ്ടോ തീറ്റ കൊടുക്കുകയും ചെയ്യണം. വൈന്നഹു വലിയ ഇലാജഹു, നിശ്ചയമായിട്ടും തൻ്റെ തൊഴിലിനെ അവൻ ഏറ്റെടുത്തവനാണ്, ആയതുകൊണ്ട് അവനിക്ക് ഒന്നോ രണ്ടോ കൂടി ഭക്ഷണം കൊടുക്കണം. നമ്മളടുത്തേക്കേ ഖാദിമ് എന്ത് കൊണ്ടുവന്നു? ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഖാദിമിന് കുറച്ച് കൊടുക്കണം. ഉക്കില എന്ന് പറഞ്ഞാൽ ഹംസ ലമ്മ കൊണ്ട് വായിക്കണം. ഹിയൽ ലുഖ്മ, അതിൻ്റെ അർത്ഥം പിടി ഭക്ഷണം തന്നെയാണ്. ബാബു ഫദ്ലിൽ മംലൂക്കില്ലദീ യുഅദ്ദി ഹഖ്ഖല്ലാഹി വഹഖ്ഖ മവാലിഹി, ഒരടിമൻ്റെ മഹത്വം അറിയുന്ന ബാബ്. അവൻ അള്ളാഹിനുള്ള ഹക്കും വീട്ടുന്നുണ്ട്, തൻ്റെ യജമാനന്മാരുള്ള ഹക്കും വീട്ടുന്നുണ്ട്. അങ്ങനത്തെ അടിമ എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കും.
عن ابن رضي الله عنهما أن رسول الله صلى الله عليه وسلم قال റസൂൽ പറയാണ് ഇന്നൽ അബ്ദ ഇദാ നസഹ ലിസയ്യിദിഹി ഒരടിമ തൻ്റെ യജമാനക്ക് നന്മ ഉദ്ദേശിച്ചു വഹ്സന ഇബാദത്തല്ലാഹി അല്ലാഹുവിന്റെ ഇബാദത്ത് അതോ മഞ്ചാക്കി ഇഹ്സാൻ ചെയ്ത് നന്നാക്കി നഫലഹു അജ്റുഹു മർറത്തൈൻ ഓന് കിട്ടുന്ന കൂലി ഡബിൾ കൂലിയാണ് മുത്തഫഖുൻ അലൈഹി. യജമാനനിക്ക് റെഡിക്ക് എല്ലാം നിർവഹിച്ചു കൊടുക്കും. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹ്ക്ക് റെഡിക്ക് കൊടുക്കും. ആ അടിമ വല്ലാത്തൊരു അടിമയാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി ലിൽ അബ്ദിൽ മംലൂകിൽ മുസ്ലിഹി സ്വാലിഹായ കർമ്മങ്ങൾ ശരിക്ക് നിർവഹിക്കുന്നതായ അടിമയായ വ്യക്തിക്കുണ്ട് അജറാനി ഡബിൾ കൂലിയുണ്ട്. വല്ലദീ നഫ്സു അബീ ഹുറൈറത്തി ബിയദിഹി ഈ അബൂ ഹുറൈറയുടെ നഫ്സ് ഏതൊരു അല്ലാഹുവിന്റെ ഖുദ്റത്തിലാണോ അങ്ങനത്തെ അല്ലാഹുവാണ് സത്യം. ലൗലൽ ജിഹാദു ഫീ സബീലില്ലാഹി വൽ ഹജ്ജു വബിർറു ഉമ്മീ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ഹജ്ജ് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ഉമ്മാക്കുള്ള ബിറും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹബത്തു എന്ന മൂത്തവാന മംലൂക്ക് ഞാൻ അടിമയായി മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംലൂകുൽ ലദീ യഹ്സിനു ഇബാദത്ത റബ്ബിഹി സംരക്ഷിതാവിന് ചെയ്യേണ്ട ഇബാദത്ത് നിർവഹിക്കുന്ന ഒരടിമ വയുദ്ദീ ഇലാ സയ്യിദിഹി ലദീ അലൈഹി മിനൽ ഹഖ് യജമാന്റെ മേലുള്ളതായി യജമാനനിക്ക് ഈ അടിമ യജമാനക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ യജമാനിലേക്കും ശരിക്കും ഹക്ക് വീട്ടിക്കൊടുക്കുന്ന അടിമ. വന്നസീഹത്തി ഹക്കിനാലും വന്നസീഹത്തി നസീഹത്തിനാലും വത്താഹത്തിനാലും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതായ അടിമ ലഹു അജ്റാൻ ഡബിൾ കൂലിയാൻ. റവാഹുൽ ബുഖാരി. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലഹും അജ്റാനി മൂന്ന് വിഭാഗം ആളുകൾക്ക് ഡബിൾ കൂലിയുണ്ട്. റജുലു മനുഷ്യൻ മിൻ അഹ്ലിൽ കിതാബ് പഴയ തൗറാത്ത് ഇഞ്ചീലും അനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യൻ. ആമന നബിഹി അന്നത്തെ നബി കൊണ്ട് വിശ്വസിച്ചു. ആമന മുഹമ്മദ് മുഹമ്മദിൽ കൊണ്ട് വിശ്വസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അബ്ദുൽ മംലൂക് അടിമയാണ്. ഇദാ അദ്ദാ ഹഖ്ഖല്ലാഹി വഖവാലി യജമാനോടുള്ള ഹക്കും അല്ലാഹുവിന്റെ ഹക്കും വീട്ടിതാരുന്ന അടിമയാണ്. മൂന്നാമത്തെ റജുലാണ് കാനത്ത് ലഹു അമത്തുൻ അടിമ ഉണ്ടായിരുന്നു. ഫദ്ദബഹ അടിമപ്പെടിനെ അത് പഠിപ്പിച്ചു. പഠിപ്പിച്ചത് മാത്രമല്ല മെച്ചമായ രീതിയിൽ പഠിപ്പിച്ചു. അല്ലമഹ അവൾക്ക് ദീനി വിജ്ഞാനം നൽകി. വസ്നതലിമഹ ദീനി വിജ്ഞാനം നന്നായി നൽകി. സുമ്മായത്തൊക്കെ ഓളങ്ങി ഇത്തുക്ക് ചെല്ലി. എന്നിട്ട് സുമതജഹ ആ അടിമപ്പെടെ തന്നെ വീണ്ടും ഭാര്യയാക്കി കെട്ടി. ഫലഹു അജ്റാനി ഓനും ഡബിൾ കൂലിയാണ്. ഖാല റസൂലുള്ളാഹി. ബാബു ഫദ്ലിൽ ഇബാദത്തി ബിൽ ഹർജി ഹർജിൽ ഇബാദെടുക്കുന്നതിന് മഹത്വം പറയുന്ന വാപ്പാണ്. ഹർജി പറഞ്ഞാൽ ഓല് എഫ്തിലാത്തു കോലാഹലം എന്ന അർത്ഥം. ആളുകളൊക്കെ അങ്ങാടികൾ പോയി നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും ബഹളും നായാട്ടും നടത്തിക്കൊണ്ടിരിക്കുക. ബസ്സിൽ കയറി നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ മൊബൈൽ കളിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം നായാട്ടും അതിനടി കിട്ടുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ദിക്ർ ഇബാദത്തിലായിട്ട് ജനങ്ങളൊക്കെ ഓരോരേതായ ഷോയിലും കളിയിലും കൊമാസിന്ന് കോലാഹലമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഷോയില്ല. ഇവനെന്താ പണി? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മനസ്സിലായില്ലേ? അതിൻ്റെ മഹത്വം പറഞ്ഞവ. പിന്നെ عن معك بن يسار رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم العبادة بالحرج കോലാഹലത്തിൻ്റെ ഇടയിലുള്ളത് അതായിരിക്കുന്ന ഇബാദത്ത് കഹിജറത്തിൻ ഇലയ്യ എന്നിലേക്ക് ഹിജറ വരുന്നത് പോലെയാണ്. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഫദ്ലിസ് സമാഹ് വിട്ടുവീഴ്ചൻ്റെ മഹത്വം പറയുന്ന ബാബ്. അത് പോട്ടേക്ക ഫിൽ ബൈഇ വിൽക്കുന്നിടത്തും ഷിറായി വാങ്ങുന്നിടത്തും വല്ലഹദി വാങ്ങുന്നിടത്തും വല്ലത്തായി കൊടുക്കുന്നിടത്തും ഹുസ്നിൽ ഖലായി കടം വീട്ടിയത് വീട്ടുന്നിടത്ത് മെച്ചമായി വീട്ടുന്നിടത്തും അതും ഫദ്ലിൻ്റെ പറയുന്ന ബാബ്. വസ്തഖാലി വീട്ടാൻ തേടുന്നിടത്തും വാങ്ങിക്കൊണ്ടായത് കടങ്ങൾ തിരിച്ച് എൻ്റെ ഞാൻ കൊണ്ടുപോയി പൈസ തരൂല ചോദിച്ചില്ലേ ആ ചോദിക്കണോടത്തും. അപ്പോൾ ഇർജാഹിൽ മിക്കിയാനി വൽ മീസാനി അളത്തത്തിലും തൂക്കത്തിലും മുൻതൂക്കം കൊടുക്കുക. മുൻതൂക്കം ഇടുക, നിറച്ചളന്ന് കൊടുക്കുക. 1 കിലോ വാങ്ങുമ്പോൾ 1 കിലോന് 10 ഗ്രാം വേറിടൂലേ അങ്ങനെ. നഹി അനി തത്ഫീഫി അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നതിൻ്റെ നഹിയും വരണ ബാബ്. ഫളി ഇൻലാരിൽ മൂസിരി അൽ മുഅസിറ സമ്പന്നൻ ഞെരുങ്ങിയവനിക്ക് താമസം കൊടുക്കുന്നതിന് മഹത്വം പറഞ്ഞ ബാബ്.
എടാ ആചാര്യ 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു, ഇനി കിട്ടിയില്ലല്ലോ, എന്താ ചെയ്യുക ചോദിച്ചു. എന്നായിക്കോട്ടെ, എന്നാ 10-ാം തീയതി തന്നാൽ മതി അറിയാം. അങ്ങനെ വിട്ടു ചേട്ടാ. അൻഹു കടത്തിലത്തോട്ട് താത്തി കൊടുക്കുന്നതിനും പറഞ്ഞ ബാബ് അങ്ങനെ ഒരു ലക്ഷം കടം വാങ്ങിയേ 75,000 തഞ്ഞ് ബാക്കി 25,000 തന്നോളന്നില്ലാണ്ട് ബാക്കി 25 വിട്ടുകൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് പേരാണെന്ത്? അതൊക്കെ മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞ ബാബ് വായിച്ചു. ഖാലല്ലാഹു തആല വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നന്മയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ എന്ത് മഹത്വം ചെയ്താലും ആ ചില നാട്ടുകാരും അയൽവാസിയൊന്നും അറിഞ്ഞിട്ടില്ല, ആരറിയുന്നുണ്ട്? അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാഹിന് കൂലി എന്നോളും. ഖാലല്ലാഹു തആല യാ ഖൗം ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതി പ്രകാരം നിങ്ങൾ അളത്തവും തൂക്കവും റെഡിയാക്കണേ. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, ജനങ്ങൾക്ക് ആർക്കും തന്നെ വസ്തുക്കൾ നിങ്ങൾ ചുരുക്കരുതേ. വഖാല തആല വൈലുൽ ലിൽ മുതഫ്ഫിഫീന അല്ലദീന ഇദാ ഇക്താലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ, ഒരാൾ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്ന് എത്തക്കാല്ലാഹു കൊടുത്ത പൈസ ചോദിച്ചുകൊണ്ട്, അല്ല നിങ്ങൾ തരാള് കാട്ടിക്കാണിയായിരുന്നു. ഫഅഗ്ലദ ലഹു, തങ്ങളോട് ഇയാൾ ഗൗരവത്തിൽ സംസാരിച്ചു. ഫഹമ്മ ബി അസ്ഹാബുഹു, സഹാബത്ത് അയാൾ എന്തെങ്കിലും ചെയ്തെങ്കിലും എന്ന് വിചാരിച്ചു. മുത്തബിൽ സംസാരിക്കുമ്പോൾ ഒരു മയത്തിൽ വർത്താനം, ഇങ്ങനെയൊക്കെ വർത്താനം പറയില്ല എന്നുള്ള അണ്ട് ശരിയാപ്പം ഞങ്ങൾ എന്നുള്ള സഹാബത്തിനും കണ്ടിട്ട് ദീറായി. അപ്പോഴോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅൂഹു, അദ്ദേഹത്തെ വിട്ടേക്കോ. ഫഇന്നലി സാഹിബിൽ ഹഖി മഖാലൻ, അവകാശിക്കും ചിലതൊക്കെ പറയാൻ ചില അവകാശമുണ്ട്. അയാൾക്ക് അയാളെ മുതൽ തന്ന കട തന്ന മനുഷ്യനാണ്, അയാൾക്ക് പറയാൻ കുറച്ച് അവകാശമുണ്ട്. സുമ്മക്കാല, തങ്ങൾ പറഞ്ഞു അയത്തോഹു സിന്നം മിസില സിന്നിഹി, അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രായത്തിനേക്കാൾ കുറച്ച് ഉഷാറുള്ളതാണ് കൊടുത്തല്ലേ പിന്നെ അല്ല അതേ അയാൾക്ക് എത്ര അപ്പം 2 വയസ്സുള്ള ഒട്ടക കൊടുക്കുക, അല്ലെങ്കിൽ 2 വയസ്സുള്ളതിന് കൊടുത്തല്ലായിരുന്നു. ഖാലൂ യാ റസൂലല്ലാഹ് ലാ നജിദു ഇല്ലാ അംസല മിൻ സിന്നിഹി, അയാൾക്ക് കൊടുക്കേണ്ട പ്രായത്തിനേക്കാൾ മുന്തിയതല്ലാതെ കാണാനില്ലായിരുന്നു, കുറച്ചുകൂടി ഉഷാറുള്ളതേ നബിയെ നമ്മുടെ ഒട്ടത്തിൻ്റെ കൂട്ടത്തിലുള്ളൂ പറഞ്ഞു. അപ്പോൾ കാല തങ്ങൾ പറഞ്ഞു അയത്തൂഹു, ഉള്ളതാണ് കൊടുത്താണ് നിങ്ങൾ. ഫൈന്ന ഹൈറക്കും അഹ്സനുക്കും കലാ, നിങ്ങളിൽ നല്ല മനുഷ്യനാണ് ആരാന്നറിയോ, അത് വീട്ടുന്നോ അടിപൊളിയായിട്ട് വീട്ടുന്നവരാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പം 50,000 കടം വാങ്ങിയാൽ 55,000 തിരിച്ചു കൊടുക്കുന്നത് സുന്നത്താണ്. മനസ്സിലായില്ലേ? നല്ലതാണ്. 500 രൂപ കടം വാങ്ങിയാലേ 600 രൂപ തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ വാൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ് റഹിമല്ലാഹു റജുലൻ സംഹൻ, വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എപ്പോഴൊക്കെ വിട്ടുവീഴ്ച? ഇദാ ബാ, വിൽക്കുമ്പോഴും, വയിസ്തറ, വാങ്ങുമ്പോഴും, വയിത്തല്ല, കടം വാങ്ങിക്കൊണ്ടത് ചോദിച്ചുമ്പോഴും ഒക്കെ സോഫ്റ്റ്, എന്തില്ല ഒരു കടുപിടുത്തല്ല. റവാഹുൽ ബുഖാരി. وعن أبي قتادة رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടിരിക്കണ്, മൻ സറഹു, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അയ്യുനജിയഹു അല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിലുള്ള ധാരാളം വിഷമങ്ങളിൽ നിന്ന് മനപ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു ഒരാൾ രക്ഷിക്കണമെന്ന് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, ഫല്യുനഫിസ് അൻ മുഅ്സിരിൻ, ഞെരുങ്ങിയവനെ തൊട്ടവൻ തൻഫീസ് ചെയ്യട്ടെ, തഖീർ പിന്തി ചെയ്ത് കൊടുക്കട്ടെ, ഔ യല്ലാഹു അൻഹു തൊട്ട് താത്തി കൊടുക്കട്ടെ. അത് പിന്നെ തന്നാൽ മതിയായിരുന്നു കാണ്ട് പിന്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം തരാനുള്ളതിന് കുറച്ച് തന്നാൽ മതിയാറ്. 5,000 ആണെങ്കിൽ ഈ 4,000 തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ കൊടുക്കുക. പിന്നെ അത് ആഖിറത്തിലുള്ള വലിയ മനപ്രയാസം രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ് കാന റജുലുൻ യുദായിനുൻ നാസ, പണ്ടൊരു മനുഷ്യണ്ടായിരുന്നു, അയാൾ ജനങ്ങളുമായിട്ട് കടത്തിനിടപാട് നടത്തും. കടം കൊടുക്കും, എല്ലാവർക്കും കടം കൊടുക്കും, ചോദിച്ചവരൊക്കെ കടം കൊടുക്കും. അപ്പോൾ കാന യഖൂലുൽ ഫത്താഹു, തൻ്റെ വീട്ടിലേതായിരിക്കുന്ന ഈ ഫത്തകളോട് ഉപരി പറയും. ഇപ്പോൾ ജോലി ചെയ്യുന്ന യുവാക്കളുണ്ടല്ലോ, ഓലോട് പറയും, യുവാക്കളെ ഇതാ അത്തൈത്ത മൊയ്സിറൻ, ഈ ഞെരുക്കക്കാരൻ്റെ അടുത്തേക്ക് പൈസ ചോദിച്ചു ചെല്ലുകയാണെങ്കിൽ ഹുദജാബസ് അൻഹു, വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തலாம். ഞെരുക്കക്കാരനോട് ഇനി ലാലല്ലാഹ തജാവസ് അൻഹ, നാളെ മസരി ചെല്ലുമ്പോൾ നമ്മളെ തൊട്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തേക്കാം
ഫലഖിയല്ലാഹ, അങ്ങനെ അള്ളാഹു അയാൾ മരിച്ച അള്ളാഹിനെ കണ്ടുമുട്ടി. റസൂലുള്ള പറയാണ് ഫതജാവസ അൻഹു, അയാളെ തൊട്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി. وعن أبي مسعود البدري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم حُسِبَ رجل ممن كان قبلكم, നിങ്ങൾ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യനെ വിചാരണ ചെയ്യപ്പെട്ടു. ഫലം യൂജിദ് ലഹു മിനൽ ഖൈരി ശൈഉൻ, അയാൾക്ക് നന്മ ഒന്നും എത്തിക്കപ്പെട്ടിട്ടില്ല. നിസ്കാരം കമ്മിയാണ്, നോമ്പ് കമ്മിയാണ്, ദിക്റും സലാത്തും കമ്മിയാണ്, അമലൊക്കെ കമ്മിയാണ്. ഇല്ല അന്നഹു കാൻ യുഖാലിത്തുന്നാസ്, പക്ഷേ ജനങ്ങളുമായിട്ട് നല്ല ഇടകലർന്ന് നടക്കുന്ന ആളായിരുന്നു അയാൾ. വക്കാന മൂസിറ, നല്ല പൈസക്കാരനായിരുന്നു. വക്കാന യഉമുറു ഗിൽമാനഹു, തൻ്റെ അടിമകളോട് മുമ്പ് കൽപ്പിക്കും. യതജാവസു അനിൽ മുഅ്സിരി, ഞെരിഞ്ഞവരെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ. ഞെരിഞ്ഞവരൊക്കെ എന്ന് ചോദിച്ചാണെങ്കിലും ചോദിച്ചു ചെല്ലുമ്പോൾ എല്ലാവരാണെങ്കിൽ അതിന്മേൽ കൂടണ്ട, വിട്ടുകൾ പോകാൻ നിൽക്കേണ്ടി, അങ്ങനെ എല്ലാവരോടും പറയല്. ഖാല അല്ലാഹു തആല ജല്ല, അല്ലാഹ് പറയാണ് നഹ്നു അഹ്ഖു ബിദാലിക മിൻഹു, വിട്ടുവീഴ്ച ചെയ്യൽ കൊണ്ട് അദ്ദേഹത്തേക്കാൾ നമ്മളാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ എന്ന് പറഞ്ഞ് അതുകൊണ്ട് തജാവസു അൻഹു, മലക്കുകളെ ഇയാളെ തൊട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തളീ. മനസ്സിലായില്ലേ? അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഅസർ ചെല്ലുമ്പോൾ രക്ഷപ്പെട്ടു. അതാണ് റവാഹു മുസ്ലിം. വഅൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഉതി അല്ലാഹു തആലാ ബി അബ്ദിൻ, അള്ളാഹിൻ്റെ അടുക്കൽ അടിമയെ കൊണ്ടുവരപ്പെടും. ഇബാദിഹി, അള്ളാഹിൻ്റെ അടിയാറുകൾപ്പെട്ട അടിമനെ കൊണ്ടുവരപ്പെടുന്നതാണ് നാളെ മഹ്ശറയിൽ. ആതാഹുല്ലാഹു മാലൻ, ദുന്യാവിൽ ജീവിച്ച കാലത്ത് അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം മുതൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാലു, അദ്ദേഹത്തോട് ചോദിക്കും മാതാ അമിൽത ഫി ദുനിയ, ദുന്യാവ് നിന്ന് എന്തൊക്കെ അമലാടാ ചെയ്തതെന്ന് ചോദിക്കുവനോട്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും വലായത്തുമുനല്ലാഹ ഹദീഥ, അത് റസൂലുള്ള അടി പറയട്ടോ, അള്ളാഹിൻ്റെ മുമ്പിൽ വേറെ വർത്താനം മൂടിയക്കാർക്കും കഴിയൂലട്ടോ. ആ മനുഷ്യൻ പറയാണ് യാ റബ്ബി ആ തൈത്തനീ മാലക്ക, റബ്ബേ നിൻ്റെ മുതൽ നീ എനിക്ക് തന്നു. ഫകുന്തുബായിഉ നാസ, ജനങ്ങളുമായിട്ട് പല വിൽപ്പനയും വാങ്ങലും വിക്രയങ്ങൾ നടത്തിയിരുന്നു. ഫകാനമി ഹുലുഖി അൽ ജവാസു, പക്ഷേ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു വിട്ടുവീഴ്ച ചെയ്യാറുള്ളത്. കടുംപിടുത്തല്ല, പോട്ടെ, വിട്ടുവീഴ്ച കൊടുക്കും. ഫകുന്തു അതയസ്സർ വലൽ മൂസിരി, നല്ല മുതലാളിയാണെങ്കിൽ ഞാൻ യുസുർ കൊടുക്കും. ഉൻദിറുൽ മുസ്റ, ഞെരിങ്ങാനാണെങ്കിലോ താമസം കൊടുക്കും. മനസ്സിലായില്ലേ? മൂസിറാണെങ്കിലും നമ്മളെന്ത് ചെയ്യൂല, കടുംപിടുത്തം പിടിക്കൂല. മുസ്റാണെങ്കിലോ പോട്ടെ. ഫഖാല തആല, അല്ലാഹ് പറയാണ് അന ഹഖ്ഖു ബിഹാദാ ബിദാ, ഈ സ്വഭാവം കൊണ്ട് ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ. മിൻകാൻ, എന്നേക്കാൾ. തജാവസു, മലക്കുകളെ വിട്ടുവീഴ്ച ചെയ്തളി. അന്നബിദി, എൻ്റെ അടിമനെ തൊട്ട് അവനെ വിട്ടേക്കും, സ്വർഗ്ഗത്ത് പോയിക്കോട്ടെ. ഫഖാല ഉഖബത്തുബ്നു ആമിർ, ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ മസ്ഊദ് അൻസാരി പറയാണ് ഹഖദാ സമീനാഹു മിൻ ഫീ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഇത് ഹുദൈഫ ഹദീസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതേ ഹദീസ് ആരിൽ നിന്ന് വന്നിട്ടുണ്ട്? അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉഖബത്ത് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. റവാഹു മുസ്ലിം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നദറ മുഅ്സിറൻ, ഞെരിക്കാരെങ്കിലും താമസം ചെയ്തു കൊടുത്താൽ ഔ അല്ലാഹു അലൈഹി താത്തി കൊടുത്താൽ അല്ലല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല കൊടുക്കും തഹത ദില്ലിഹി, അല്ലാഹുവിൻ്റെ നിഴലിൻ്റെ താഴെ, ലില്ലി അർശിഹി, അർശിൻ്റെ നിഴലിൻ്റെ താഴെ, യൗമൽ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിൻ്റെ നിഴലില്ലാത്ത മറ്റു ദില്ലില്ലാത്ത ദിവസം. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. വൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തറാ മിൻഹു ബഈറാ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാളിൽ നിന്ന്, ഈ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഏത് വാങ്ങി? ഒട്ടകം വാങ്ങി. എന്താണ് ബിഊഖിയത്തൈനി വ ദിർഹമിൻ ഔ ദിർഹമൈനി എന്നുള്ളതിൽ നല്ല ചില കോപ്പിയിലുള്ള ഇല്ല. ഏതായാലും കുറച്ച് വെള്ളി നാണയത്തിൻ്റെ പകരം മുത്തനബി ഏത് വാങ്ങി? ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒട്ടകം വാങ്ങി. ഇപ്പോൾ വസന ലഹു, അതിന് വില തൂക്കി കൊടുത്തപ്പം ഫർജഹ, മുൻതൂക്കിട്ടു. പറഞ്ഞത് എത്രയാണോ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി എന്ത് ചെയ്തു? തൂക്കം കൂടുതൽ കൊടുത്തു. പൈസ കൊടുക്കുമ്പോഴേ. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ സഫ്വാൻ സുവൈദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ജലബതു അനാ വ മഖ്റമത്തുൽ അബ്ദി ബസ്സൻ, ഞാനും മഖ്സുമത്തുൽ അബ്ദിൻ കൂടിയും വലിച്ചു കൊണ്ടുവന്നു. ബസ്സൻ, കുറച്ച് പട്ട് വസ്ത്രം. മിൻ ഹജർ നാട്ടിൽ നിന്ന്. ഫജാഅന നബിയു, ഞങ്ങളടുത്ത് മുത്തനബി വന്നു. ഫസാവനാ ബിസറാവീൽ, സറാവീൽ കൊണ്ട് ഞങ്ങളോട് വിലപേശി. ഇന്ദി വസ്സാനുൻ, എൻ്റെ അടുത്ത് തൂക്കുന്ന ആളുണ്ടായിരുന്നു. യസിനു ബിൽ അജ്രി, കൂലിക്ക് പണിക്കാരനാണ് ആൾ, കൂലിക്ക് പകരം തൂക്കാൻ നിൽക്കുന്ന ആളാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാനി, തൂക്കക്കാരനോട് പറഞ്ഞു സിൻ വർജിഹ്, തൂക്കുമ്പോൾ മുൻതൂക്കടണം കേട്ടോ പറഞ്ഞു. റവാഹു ദാവൂദ് വ തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്.